ഗുഡ് മോർണിംഗ്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യാം കേട്ടോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. Good morning, sir. വീഡിയോ കുറച്ച് പേരോട് ഓൺ ചെയ്യാനുണ്ടല്ലോ. റൂബി, മെഹബൂബ, ഭീമ, ഇസാൻ, സാമുവൽ, അസ്ലം. ഓക്കെ, എല്ലാവരും പുസ്തകം ഒന്ന് അടച്ചു വെച്ച് ചോദിച്ചു നോക്കട്ടെ. ഫാത്തിമ സനം. എന്താണ് മൈസിൽസ്? വാട്ട് ആർ മൈസിൽസ്? സാർ ഞാൻ ഇന്നലത്തെ ക്ലാസ് കേട്ടില്ലായിരുന്നു. ഇന്നലെ ക്ലാസ്സിലുണ്ടായിരുന്നില്ലേ? ഇല്ല. ഓക്കെ ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ മാളവിക. സർ. വാട്ട് ആർ മൈസിൽസ്? സർ എനിക്കറിയില്ല. അറിയില്ല, പഠിച്ചില്ല. വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാമോ? അങ്ങനെ ഞാൻ അത് വായിച്ചു. വേറെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നിങ്ങളെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. ഓക്കെ, എന്നാലും അങ്ങനെയാണെങ്കിൽ മാളവികയുടെ വീഡിയോ ഓൺ അല്ലല്ലോ? വീഡിയോ what are the differences between lyophilic and lyophobic colloids? ഇല്ല, ശരിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇസാൻ. സർ. വാട്ട് ആർ മൈസിൽസ്? സർ അത് നോക്കിയില്ല. അത് നോക്കിയില്ല. പിന്നെ എന്താ നോക്കി ഇസാൻ? വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ലയോഫിലിക് ആൻഡ് ലയോഫോബിക് കോയിഡ്സ്? ഞാൻ പറയാം. സ്ട്രോങ്. സർ പറഞ്ഞു ഇസാൻ പറഞ്ഞു. ലയോഫിലിക് സ്ട്രോങ് ആണ്, റിവേഴ്സിബിൾ ആണ്, പിന്നെ സെൽഫ് സ്റ്റെബിലൈസ്ഡ് ആണ്, പിന്നെ ലയോഫോബിക് വീക്ക് ആണ്, പിന്നെ ഇന്ററാക്ഷൻ കുറവാണ്, പിന്നെ ലെസ് സ്റ്റേബിൾ ആണ്, റിവേഴ്സിബിൾ ആണ്, പിന്നെ ഓക്കെ ശരി. മാളവിക എന്താ പറഞ്ഞേ? ഒന്നുമില്ല സർ. ഓക്കെ. നസ്രിൻ. എന്താണ് മാക്രോമോളിക്കുലാർ കൊളോയിഡ്സ്? സൊല്യൂട്ട് ആഡ് ചെയ്യുന്നത് വളരെ വലുതായിരിക്കും. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് തിരിയണില്ലല്ലോ. ഇച്ചിരി ഒന്ന് ഉറക്കെ പറഞ്ഞേ. സൊല്യൂട്ട് ആഡ് ചെയ്യുന്നത് വളരെ വലുതായിരിക്കുന്നോ? അങ്ങനെയാണോ പറഞ്ഞേ? നമുക്ക് കിട്ടുന്ന കൊളോയിഡ്സ് എന്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആഡ് ചെയ്യുമ്പോൾ തന്നെ അത് ഓൾറെഡി കൊളോയിഡ്സ് ആവാനുള്ള സൈസ് ആയിരിക്കും. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ പറയാമോ? ഒരു മാക്രോമോളിക്യൂളിന് എക്സാമ്പിൾ.
മാക്രോമോളിക്കുലർ എക്സാമ്പിൾ ഒരെണ്ണം അത് പഠിക്കണം കേട്ടോ. ഇഷ്ടംപോലെ എക്സാമ്പിൾസ് പുസ്തകത്തിൽ തപ്പെടുത്തിട്ടുണ്ടല്ലോ. 2-3 പഠിക്കണം. ഇതൊന്നും നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് വായിച്ചിട്ട് പറയണമെന്നല്ല, എന്നല്ല ഞാൻ പറഞ്ഞ ഓർമ്മയിലിരുന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് മൊത്തം പറയാൻ പറ്റാത്തത്. വീട്ടിൽ പോയിരുന്നിട്ട് വായിച്ചിട്ട് പറയുന്ന ആൻസറും ഇന്നലത്തെ ഓർമ്മയിലിരുന്ന് പറയുന്ന ആൻസറും കേട്ടാൽ എനിക്ക് മനസ്സിലാവും. അപ്പൊ അത് ഇപ്പൊ എത്ര കൊല്ലമായി ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ആൻസർ കേട്ട് കഴിഞ്ഞാൽ തന്നെ എനിക്ക് മനസ്സിലാവും നിങ്ങൾ എന്താ പഠിച്ചിട്ടാണോ എന്ന് പറയണേ അതോ അല്ലാതെ. അപ്പൊ വീട്ടിലിരുന്ന് ഒരു തവണയെങ്കിലും ഒന്ന് വായിക്കുക എല്ലാവരും കേട്ടോ. അപ്പൊ ഇന്ന് ചോദ്യം ചോദിച്ചവരോട് മാത്രമല്ല, ബാക്കി എല്ലാവരോടൊക്കെ ആയിട്ടാണ് പറയുന്നത്. ഒരു തവണയെങ്കിലും വായിച്ചിട്ട് അതിരുന്ന് ആൻസർ പറയാൻ ശ്രമിക്കുക. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഇന്നലെ മൈസിൽസ് വരെയാണ് പറഞ്ഞത്. ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ് അല്ലെ, ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ് വരെയാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതാണ് പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ്, കൊളോയിഡ്സിന്റെ പ്രിപ്പറേഷൻ. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ്. കൊളോയിഡിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും 3 മെത്തേഡാണ് ഉള്ളത്. 3 മെത്തേഡ് വഴിയാണ് നമ്മൾ കൊളോയിഡിനെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ആ മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യം പഠിക്കണം. സോ ഫസ്റ്റ് മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെമിക്കൽ മെത്തേഡ്. കെമിക്കൽ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡിന്റെ പേരാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ മെത്തേഡ്. ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ, ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ മെത്തേഡ് അങ്ങനെ വിളിക്കാറുണ്ട്. അപ്പൊ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് എന്നോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ മെത്തേഡ് എന്നോ വിളിക്കും. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്ന പേരാണ് പെപ്റ്റൈസേഷൻ മെത്തേഡ്. പെപ്റ്റൈസേഷൻ മെത്തേഡ്. അപ്പൊ ഈ 3 രീതിയിലാണ് നമ്മൾ കൊളോയിഡിനെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ കൊളോയിഡിനെ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ്? കൊളോയിഡ് കെമിക്കൽ മെത്തേഡ്, പിന്നെ ഏതാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് അഥവാ ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡാണ് പെപ്റ്റൈസേഷൻ മെത്തേഡ്. ഓക്കെ, പിന്നെ അത് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് അഥവാ ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ മെത്തേഡ് എന്താണെന്നാണ്. നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് ഹെഡിങ്. സോ ഫസ്റ്റ് വൺ ഈസ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. ഓക്കെ, എല്ലാരും എഴുതിയല്ലോ അല്ലെ? ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. അപ്പൊ ഈ മെത്തേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. സോ ദിസ് മെത്തേഡ് ഇറ്റ് ഈസ് യൂസ്ഡ്, ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ ദ കൊളോയിഡൽ സൊല്യൂഷൻസ് ഓഫ് silver, gold, platinum, etc. ഇങ്ങനെ കുറച്ച് വില കൂടിയ മെറ്റൽസ് ഉണ്ടല്ലോ, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം പോലെയുള്ള അതിന്റെ കൊളോയിഡൽ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് ഉപയോഗിക്കുന്നത്. സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം പോലെയുള്ള കുറച്ച് നോബിൾ ആയിട്ടുള്ള മെറ്റൽസ്, കുറച്ച് വില കൂടിയ മെറ്റൽസ്, അതിന്റെ കൊളോയിഡൽ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ. മെഹബൂബയുടെ വീഡിയോ ഓഫ് ആണല്ലോ. കൊളോയിഡൽ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ മെത്തേഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വലിയൊരു കണ്ടെയ്നർ എടുക്കുക. നമ്മൾ ഇതുപോലെ ഒരു വലിയ കണ്ടെയ്നർ എടുക്കുക. ആ കണ്ടെയ്നറിന്റെ ഉള്ളിൽ നിറച്ച് നമ്മൾ ഇതുപോലെ ഐസ് ക്യൂബ്സ് ഇടുക. എന്താണ് ഐസ് ക്യൂബ്സ്? ഇതുപോലെ ഐസ് ക്യൂബ്സ് വെച്ച് ഫില്ല് ചെയ്യുക. ഇതാണ് ഐസ് ക്യൂബുകളാണ്. ഐസ് ക്യൂബ്സ് ഒരു വലിയ കണ്ടെയ്നർ എടുത്തിട്ട് അതിനകത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഐസ് കട്ട നിറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ടെയ്നറിലേക്ക് നമ്മൾ വേറൊരു കണ്ടെയ്നർ ഇറക്കി വെക്കുക. എന്ത് ചെയ്യണം? ഇതിന്റെ അകത്തേക്ക് നമ്മൾ വേറൊരു പാത്രം ഇറക്കി വെക്കണം ഇതുപോലെ. എന്നിട്ട് ആ കണ്ടെയ്നറിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡിസ്പെർഷൻ മീഡിയം എടുക്കുക. ഡിസ്പെർഷൻ മീഡിയം എന്ന് പറയുമ്പോൾ ഇപ്പൊ വാട്ടറോ അങ്ങനെ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ, സോൾവെന്റ്, ഏതെങ്കിലും ഒരു സോൾവെന്റ് നമ്മൾ ഡിസ്പെർഷൻ മീഡിയം എടുക്കുക. നമ്മളിവിടെ dispersion medium. So this is the dispersion medium. Dispersion medium.
അപ്പൊ ഇത്ര മനസ്സിലായോ? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാത്രം എടുക്കുക, അതിൻ്റെ അകത്ത് ഐസ് നിറയ്ക്കുക, എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് വേറൊരു പാത്രം ഇറക്കി വെക്കുക, അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ഡിസ്പേർഷൻ മീഡിയം എടുക്കുക, അപ്പൊ വെള്ളം വാട്ടറോ അങ്ങനെ എന്തെങ്കിലും. ഇനി നിങ്ങൾക്ക് ഗോൾഡിന്റെ കൊളോയിഡാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് കരുതുക. ഗോൾഡിന്റെ കൊളോയിഡാണ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഡിസ്പേർഷൻ മീഡിയത്തിലേക്ക് രണ്ട് ഗോൾഡ് ഫോയിൽ ഇത് ഇങ്ങനെ ഇറക്കി വെക്കുക. ഗോൾഡ് ഫോയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വർണത്തിന്റെ തകിട്, രണ്ട് സ്വർണ്ണ തകിടുകൾ നമ്മൾ ഇങ്ങനെ ഇറക്കി വെക്കുക. ഇനി പ്ലാറ്റിനത്തിന്റെ കൊളോയിഡൽ സൊല്യൂഷൻ ആണ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്ലാറ്റിനത്തിന്റെ രണ്ട് ഫോയിൽ ഇറക്കി വെക്കുക. സിൽവറിന്റെ കൊളോയിഡൽ സൊല്യൂഷൻ ആണ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ രണ്ട് സിൽവറിന്റെ ഫോയിൽ ഇറക്കി വെക്കുക. എന്നിട്ട് ഇത് എന്ത് ചെയ്യണം, ഈ ഗോൾഡ് ഫോയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യണം. ഒരെണ്ണം പോസിറ്റീവ് ടെർമിനലിലേക്കും ഒരെണ്ണം നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിലോട്ടും കണക്ട് ചെയ്യാം. ഒരു ഫോയിൽ എന്ത് ചെയ്യണം, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കും മറ്റേ ഫോയിൽ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്യാം. ബാറ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ടോർച്ചിലിടുന്ന ബാറ്ററി ഒന്നും അല്ല കേട്ടോ, ഭയങ്കര ഹൈ വോൾട്ടേജ് ബാറ്ററി ആണ് ഉദ്ദേശിക്കുന്നത്. ഹൈ കറണ്ട് ആണ് നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അത്രയും ഹൈ കറണ്ട് ഇനി നമ്മൾ ഈ ഫോയിലിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഫോയിൽ പതുക്കെ ചൂട് പിടിച്ചു തുടങ്ങും. നമുക്കറിയാലോ, ഒരു പരിധി കൂടുതൽ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹീറ്റ് ആയിട്ട് മാറും. സോ ഈ ഗോൾഡ് ഫോയിൽ പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, പതുക്കെ ചൂടായി ആദ്യം അത് ലിക്വിഡ് ആയിട്ട് ഉരുകാൻ തുടങ്ങും, പിന്നെ അത് വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങും. എന്ത് ചെയ്യും, ഈ ഗോൾഡ് ഫോയിൽ പതുക്കെ എന്ത് ചെയ്യും, അതിന്റെ വേപ്പർ, ഗോൾഡിന്റെ വേപ്പർ ആയിട്ട് മാറാൻ തുടങ്ങും. അങ്ങനെ ഗോൾഡിന്റെ വേപ്പർ ആയിട്ട് മാറിക്കഴിയുമ്പോൾ ആ വേപ്പറിന് വേണമെങ്കിൽ പൊങ്ങി മേപ്പോട്ടേക്ക് പോവാം അല്ലെ, പക്ഷെ അങ്ങനെ മേപ്പോട്ടേക്ക് പോവില്ല. അതിന്റെ കാരണം എന്തായിരിക്കും അറിയാവോ? എന്തുകൊണ്ടാണ് ഗോൾഡിന്റെ വേപ്പർ അങ്ങനെ പൊങ്ങി മേപ്പോട്ട് പോവില്ലാത്തതിന്റെ കാരണം എന്ന് ഭീമയ്ക്ക് അറിയോ? ഭീമ, എന്തുകൊണ്ടായിരിക്കും ആലോചിച്ച് നോക്കി. ഇല്ല സാർ. ഇല്ല. സലാവുദ്ദീൻ അറിയോ? സാർ ഐസ് ഇട്ടേക്കണോണ്ട് അപ്പൊ തന്നെ കൺസ് ചെയ്യുന്നുണ്ടാണ്. ഐസ് വെച്ചേക്കണ്ടില്ലേ, ഐസ് വെക്കുമ്പോ എന്താ സംഭവിക്കുക, ഈ വേപ്പർ കണ്ടൻസ് ചെയ്യും, വേപ്പർ സാന്ദ്രീകരിച്ച് വീണ്ടും ഗോൾഡ് ആയിട്ട് തന്നെ ആ സൊല്യൂഷനിലേക്ക് വന്നങ്ങ് വീഴും. അപ്പൊ എന്താ ചെയ്തത്, നമ്മൾ രണ്ട് ഗോൾഡ് ഫോയിൽ വെച്ചിട്ട് കറണ്ട് പാസ് ചെയ്തു. കറണ്ട് പാസ് ചെയ്തപ്പോ എന്ത് സംഭവിച്ചു, ഈ സ്വർണ്ണ തകിട് അങ്ങോട്ട് എന്താണ് വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആ വേപ്പറൈസ് ചെയ്യണതിന്റെ കൂടെ തന്നെ നമ്മൾ ഐസ് വെച്ചേക്കണായിരുന്നു, ആ വേപ്പർ കണ്ടൻസ് ചെയ്ത് എന്ത് ചെയ്യും, നമ്മുടെ ലിക്വിഡിലേക്ക് വന്നങ്ങ് വീഴും. അങ്ങനെ ലിക്വിഡിലേക്ക് വന്ന് വീണ് കഴിയുമ്പോൾ ആ ഗോൾഡ് മൊത്തം ഈ ലിക്വിഡിൽ വ്യാപിക്കും. അങ്ങനെ നമുക്ക് ഗോൾഡിന്റെ കൊളോയിഡൽ സൊല്യൂഷൻ കിട്ടും. ഇതുപോലെ തന്നെയാണ് പ്ലാറ്റിനം, ഇതുപോലെ തന്നെയാണ് സിൽവർ. ഇങ്ങനെ നമ്മൾ ഹൈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. ഇങ്ങനെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ ഇലക്ട്രിക്കൽ ഡിസിന്റഗ്രേഷൻ മെത്തേഡ് എന്നാണ് പറയുന്നത്. സോ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് അഥവാ ഇലക്ട്രിക്കൽ ഡിസിന്റഗ്രേഷൻ മെത്തേഡ്. ഇത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? എനി ഡൗട്ട്സ്? ഇതിനെയാണ് നമ്മൾ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് വഴി കൊളോയിഡൽ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ രീതിയിലാണ്. എനി ഡൗട്ട്? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോവാം. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് മെത്തേഡ്. ഈ രണ്ടാമത്തെ മെത്തേഡാണ്. സെക്കൻഡ് മെത്തേഡ് ഈസ് കെമിക്കൽ മെത്തേഡ്. കെമിക്കൽ മെത്തേഡ് 4 റിയാക്ഷൻ ആണ്. ആ 4 റിയാക്ഷൻ നിങ്ങൾ കാണാണ്ട് പഠിക്കണം, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അതായത് എന്താ കെമിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കെമിക്കൽസ് ഉപയോഗിച്ച് നടത്തുന്ന മെത്തേഡ്, അത്രേ ഉള്ളൂ. പലതരത്തിലുള്ള കെമിക്കൽസ് ഉപയോഗിച്ച് പലതരത്തിലുള്ള റിയാക്ഷൻസ് നടത്തുന്നു. അങ്ങനെ നമ്മൾ കൊളോയിഡ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ നടത്തുന്ന റിയാക്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് റിയാക്ഷൻ ഈസ് ഡബിൾ ഡീകമ്പോസിഷൻ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. AS2O3 ആഴ്സനസ് സൾഫൈഡ് ആണ് എടുത്തിരിക്കുന്നത്. ആഴ്സനിക്കിന്റെ സൾഫൈഡ് പ്ലസ് 3H2S. ഈ മെത്തേഡിന് പറയുന്ന പേരാണ് ഡബിൾ ഡീകമ്പോസിഷൻ. ആഴ്സനിക്കിന്റെ സൾഫൈഡും ഓക്സൈഡും ഹൈഡ്രജൻ സൾഫൈഡും എടുക്കുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഓക്സിജനെയും ഈ സൾഫറിനെയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും എക്സ്ചേഞ്ച് ചെയ്യണം. അതായത് ആഴ്സനിക്കിന്റെ ഓക്സിജനെ ഹൈഡ്രജന്റെ അങ്ങോട്ടേക്ക് കൊടുക്കുക, ഹൈഡ്രജൻ സൾഫൈഡിലുള്ള സൾഫറിനെ ആഴ്സനിക്കിന്റെ ഇങ്ങോട്ടേക്ക് കൊടുക്കുക. അതായത് രണ്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? AS2O3 എന്നുള്ളതിന് വരെ അപ്പൊ എന്ത് കിട്ടും? എസ് ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ AS2S3 എന്ന് കിട്ടും. ഇതാണ് കൊളോയിഡൽ സോൾ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. കൊളോയിഡ് കിട്ടി. പ്ലസ് 3H2, എസിനെ മാറ്റിയിട്ട് അവിടെ എന്ത് കൊടുക്കണം? ഈ ഓക്സിജനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. സോ 3H2O. അപ്പൊ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാം. ആനയോണിനെ, ഓക്സിജനെയും സൾഫറിനെയും എക്സ്ചേഞ്ച് ചെയ്യാം. ഈ മെത്തേഡിനെയാണ് നമ്മൾ
ഡബിൾ ഡീകമ്പോസിഷൻ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. സോ ഇങ്ങനെ നമുക്ക് ആഴ്സനിക്കിന്റെ സൾഫൈഡ് കൊളോയിഡ് പ്രിപ്പയർ ചെയ്യാം. ആഴ്സനിക് സൾഫൈഡിന്റെ കൊളോയിഡ് നമ്മൾ ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഡബിൾ ഡീകമ്പോസിഷൻ. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡാണ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ മെത്തേഡിൽ നമ്മൾ സൾഫർ ഡയോക്സൈഡിനെ ഹൈഡ്രജൻ സൾഫൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുക. ഇതാണ് ഓക്സിഡേഷൻ മെത്തേഡ്. അപ്പൊ നമുക്ക് സൾഫറിന്റെ സോൾ കിട്ടും. So you will get sulfur salt plus water. So this is the oxidation method. Sulfur dioxide ne hydrogen sulfide വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ സൾഫറിന്റെ സോൾ കിട്ടുന്നു. So this is oxidation. മൂന്നാമത്തത് റിഡക്ഷൻ. റിഡക്ഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ഓറിക് ക്ലോറൈഡ്, അതായത് ഗോൾഡിന്റെ ക്ലോറൈഡ് ആണ്, AuCl3 പ്ലസ് നമ്മളൊരു റെഡ്യൂസിങ് ഏജന്റ് ഫോമാൽഡിഹൈഡ് ആഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് 3HCHO. ഈ ഇക്വേഷൻ ഇങ്ങനെ തന്നെ കാണാണ്ട് പഠിക്കുക കേട്ടോ. 3HCHO പ്ലസ് 3 വാട്ടർ. ഇതാണ് റിഡക്ഷൻ മെത്തേഡ്. റിഡക്ഷൻ. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് ഗോൾഡിന്റെ സോൾ ആണ് കിട്ടുന്നത്. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഗോൾഡിന്റെ സോൾ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഗോൾഡ് സോൾ പ്ലസ് HCHO എന്നുള്ളത് അത് ഓക്സിഡൈസ് ചെയ്ത് HCOOH ആവും. HCOOH അത് 3 എണ്ണം ഉണ്ട്. 3 പ്ലസ് പിന്നെ 3 HCl, സോറി 6 HCl. ഇതാണ് റിഡക്ഷൻ മെത്തേഡ്. ഇതിന്റെ അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഈ ഇക്വേഷൻ അങ്ങനെ തന്നെ കാണാണ്ട് പഠിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ. ഈ 4 ഇക്വേഷനും കാണാണ്ട് പഠിക്കുക കെമിക്കൽ മെത്തേഡിൽ. കൂടുതൽ എക്സ്പ്ലനേഷന്റെ ഒന്നും ആവശ്യമില്ല. സോ നാലാമത്തത് റിഡക്ഷൻ മെത്തേഡ് കഴിഞ്ഞു. അടുത്ത ലാസ്റ്റ് ഹൈഡ്രോളിസിസ് ആണ്. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫെറിക് ക്ലോറൈഡിനെ നമ്മൾ വാട്ടർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. 3 വാട്ടർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന മെത്തേഡ് ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഹൈഡ്രോളിസിസ് എന്ന് വിളിക്കുന്നത്. സോ ഹൈഡ്രോളിസിസ് FeOH ത്രൈസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്ന സോള്. ഇപ്പൊ എല്ലാത്തിലെയും സോളിന്റെ പേര് പഠിച്ചു വെക്കുക. സോൾ എന്ന് ഉദ്ദേശിക്കുന്നത് കൊളോയിഡ്. ഇപ്പൊ ഇവിടെ കിട്ടുന്ന കൊളോയിഡ് ആണ് FeOH ത്രൈസ് പ്ലസ് 3HCl. ഇതാണ് കെമിക്കൽ മെത്തേഡ്. അത്രേ ഉള്ളൂ. ഡബിൾ ഡീകമ്പോസിഷൻ, ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഹൈഡ്രോളിസിസ്. ഈ 4 മെത്തേഡ് വഴിയാണ് നമ്മൾ കെമിക്കൽ മെത്തേഡ്, ഈ 4 എണ്ണത്തിനെ കൂടെ ചേർത്താണ് കെമിക്കൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഈ മെത്തേഡ് വഴി നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം? കൊളോയിഡ്സ് പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ നമ്മൾ 2 മെത്തേഡാണ് പറഞ്ഞത്. ഒന്ന് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്, 2 കെമിക്കൽ മെത്തേഡ്. ഇനി ഒരു മെത്തേഡ് കൂടെ ഉണ്ട്. ലാസ്റ്റ് മെത്തേഡാണ് പെപ്റ്റൈസേഷൻ മെത്തേഡ്. തേർഡ് മെത്തേഡ് ഈസ് പെപ്റ്റൈസേഷൻ. എന്താണ് പെപ്റ്റൈസേഷൻ നമുക്ക് നോക്കിക്കാം. പെപ്റ്റൈസേഷൻ മെത്തേഡ്. പെപ്റ്റൈസേഷന്റെ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ എഴുതിക്കോ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പെപ്റ്റൈസേഷന്റെ ഡെഫിനേഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് a precipitate. It is the process of converting a precipitate into a colloidal salt. It is the process of converting a precipitate into a colloidal salt. By shaking it with a suitable dispersion medium, and a small amount of electrolyte. And a small amount of electrolyte. Full stop. The electrolyte used is called
അടുത്ത സെന്റൻസ് ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഈസ് കോൾഡ് പെപ്റ്റൈസിംഗ് ഏജന്റ്. അപ്പൊ എന്താണ് പെപ്റ്റൈസേഷൻ എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത്രേ ഉള്ളൂ, ഡെഫിനേഷൻ ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് പെപ്റ്റൈസേഷൻ? പെപ്റ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഞാൻ ബീക്കർ എടുക്കുന്നു. ഈ ബീക്കറിൽ എന്തുണ്ട്? ഒരു ഡിസ്പെർഷൻ മീഡിയം എടുത്തേക്കാണ്, ഒരു സ്യൂട്ടബിൾ ഡിസ്പെർഷൻ മീഡിയം. ദിസ് ഈസ് ദ ഡിസ്പെർഷൻ മീഡിയം. ഇതാണ് DM, ഡിസ്പെർഷൻ മീഡിയം. നിങ്ങൾ എഴുതുമ്പോൾ ഡിസ്പെർഷൻ മീഡിയം എന്ന് മൊത്തമായിട്ട് എഴുതുക കേട്ടോ, DM എന്ന് എഴുതാണ്ട്. ഡിസ്പെർഷൻ മീഡിയം. ഈ ഡിസ്പെർഷൻ മീഡിയത്തിലേക്ക് ഞാൻ എന്തെടുത്തിട്ടുണ്ട്? ഒരു പ്രിസിപ്പിറ്റേറ്റ് എടുത്തിട്ടുണ്ട്. എന്താണ് ഒരു പ്രിസിപ്പിറ്റേറ്റ്? ഫോർ എക്സാമ്പിൾ സിൽവർ ക്ലോറൈഡിന്റെ പ്രിസിപ്പിറ്റേറ്റ് ആണ് വിചാരിക്കുക. സിൽവർ ക്ലോറൈഡിന്റെ പ്രിസിപ്പിറ്റേറ്റ് ഞാൻ എടുത്തേക്കാണ്, AgCl പ്രിസിപ്പിറ്റേറ്റ് എടുത്തിട്ടുണ്ട്. AgCl. അപ്പൊ ഈ പ്രിസിപ്പിറ്റേറ്റിനെയാണ് ഞാൻ എന്താക്കി മാറ്റാൻ പോകുന്നത്? കൊളോയിഡ് ആക്കി മാറ്റാൻ പോകുന്നത്. ഈ പ്രിസിപ്പിറ്റേറ്റിനെ ഞാൻ എന്ത് ചെയ്യാണ്? കൊളോയിഡ് ആക്കി മാറ്റാൻ പോവാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ DM-ൽ ഈ പ്രിസിപ്പിറ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് കൊളോയിഡ് അല്ലേ? അതാണ് എന്റെ ചോദ്യം. ഇപ്പൊ ഈ DM-ൽ ഈ പ്രിസിപ്പിറ്റേറ്റ് ഇങ്ങനെ കിടക്കുമ്പോ ഇത് കൊളോയിഡ് അല്ലേ? അല്ലെങ്കിൽ ഇത് കൊളോയിഡ് അല്ല എന്ന് പറയാൻ എന്താണ് കാരണം? എന്തുകൊണ്ട് ഇത് കൊളോയിഡ് ആവില്ല? ആർക്കെങ്കിലും പറയാമോ? ഈ പ്രിസിപ്പിറ്റേറ്റ് ഇപ്പൊ DM വാട്ടർ ആണെന്ന് കരുതിക്കോ. വാട്ടറിൽ ഞാൻ സിൽവർ ക്ലോറൈഡിന്റെ പ്രിസിപ്പിറ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് കൊളോയിഡ് അല്ല എന്ന് പറയാനുള്ള കാരണം എന്താ? ഇപ്പൊ ഓൾറെഡി കൊളോയിഡ് ആണെങ്കിൽ പിന്നെ ഇനി അതിനെ കൊളോയിഡ് ആക്കി മാറ്റേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കൊളോയിഡ് അല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ ഇനി അതിനെ കൊളോയിഡ് ആക്കി മാറ്റാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ എന്തുകൊണ്ട് അത് കൊളോയിഡ് അല്ല? അതാണ് എന്റെ ചോദ്യം. ഇപ്പൊ എന്തുകൊണ്ട് അത് കൊളോയിഡ് അല്ല? നുസ്രീന് പറയാമോ എന്തുകൊണ്ട് അത് കൊളോയിഡ് അല്ല എന്ന്? അല്ല, ആലോചിച്ച് പറഞ്ഞാൽ മതി നുസ്രീനെ. പുസ്തകമൊന്നും വായിച്ചാലൊന്നും കിട്ടാൻ പോണില്ല. അത് സൈസ് ചെറുതിലാണോ? സൈസ് ചെറുതാണോ? അനഘ? സർ സൈസ് 1-2000 ആയതുകൊണ്ടാണോ? സൈസ് 1-2000 ആണെങ്കിൽ കൊളോയിഡ് ആണല്ലോ. അല്ല, അതിന്റെ ഇടയിൽ വരണ്ടേ? ഇതപ്പോ ഇച്ചിരി വലുതായതുകൊണ്ടാണോ? വലുതായതുകൊണ്ടാണോ? ഫാത്തിമ? അവര് തമ്മിലുള്ള ആ ബോണ്ട് കുറവായോണ്ടാണ്, ഇൻസോല്യൂബിൾ ആയോണ്ടാണോ? ഇൻസോലുബിൾ ആയതുകൊണ്ടാണോ? ഓക്കെ. അഫിമോള്? സാറേ ഞാനും അതാ പറയാ ഉദ്ദേശിച്ചത്. അതെ, ഓക്കെ. വേറെ എന്തെങ്കിലും ആൻസർ ആർക്കെങ്കിലും? ആവണി? സൈസ്, ഓക്കെ. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ആൻസർ പറയാനുണ്ടോ? സാമുവൽ? ഇല്ല സാർ. ഇല്ല. അതായത് നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ ഈ പ്രിസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ പ്രിസിപ്പിറ്റേറ്റ് കണ്ടിട്ടുണ്ടാവുമല്ലോ. വെള്ളത്തിൽ നമ്മളൊരു പ്രിസിപ്പിറ്റേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രിസിപ്പിറ്റേറ്റ് ആ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കൊന്നുമില്ല. അതിങ്ങനെ അടിഞ്ഞു കൂടും. അതായത് വെള്ളത്തിന്റെ താഴത്തോട്ട് എന്ത് ചെയ്യും? അടിഞ്ഞു കൂടും. കാരണം എന്റെ നിങ്ങൾ പറഞ്ഞ മാതിരി എന്റെ സൈസ് വലുതാണ്, വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ ഈ പ്രിസിപ്പിറ്റേറ്റ് എന്ത് ചെയ്യും? വെള്ളത്തിന്റെ താഴത്തോട്ട് അടിഞ്ഞു കൂടും. അല്ലാണ്ട് വെള്ളത്തിന്റെ ഉള്ളിൽ അങ്ങനെ നിൽക്കില്ല. അപ്പൊ വെള്ളത്തിന്റെ താഴെ അടിഞ്ഞു കൂടുന്ന സാധനത്തിനെ നമ്മൾ കൊളോയിഡ് നല്ലല്ലോ വിളിക്കുന്നത്. അതിനെ വിളിക്കുന്നത് എന്താ? സസ്പെൻഷൻ എന്നല്ലേ. അപ്പൊ നമ്മള് വെള്ളത്തിലേക്ക് അടിഞ്ഞു കൂടുന്ന സാധനങ്ങളെ സസ്പെൻഷനെ വിളിക്കുള്ളൂ. അപ്പൊ ആക്ച്വലി ഇപ്പൊ ഇതൊരു സസ്പെൻഷൻ ആണ്. കാരണം ഈ പ്രിസിപ്പിറ്റേറ്റ് ഈ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കില്ല. അപ്പൊ ആ വെള്ളത്തിൽ അതിങ്ങനെ നിന്നാൽ മാത്രമേ അതെന്തായി മാറുള്ളൂ? കൊളോയിഡ് ആയിട്ട് മാറുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇപ്പൊ വെള്ളത്തില് സിൽവർ ക്ലോറൈഡിന്റെ പ്രിസിപ്പിറ്റേറ്റ് ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിൽവർ ക്ലോറൈഡിന്റെ പ്രിസിപ്പിറ്റേറ്റ് കുറച്ചു നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും? താഴത്തോട്ട് അടിഞ്ഞു കൂടും. കാരണം അതിന്റെ ആ കനവും അതിന്റെ ആ ഒരു വലിപ്പവും കാരണം അത് താഴെ അടിഞ്ഞു കൂടും. അപ്പൊ അങ്ങനെയുള്ള സാധനത്തിന് നമ്മൾ സസ്പെൻഷൻ എന്നാണ് വിളിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ വേണ്ടത് കൊളോയിഡ് ആണ്. അപ്പൊ ഈ സാധനത്തിന് ഞാൻ എങ്ങനെ കൊളോയിഡ് ആക്കി മാറ്റും എന്നാണ് ഞാൻ പറയുന്നത്. എങ്ങനെ ഇതിനെ കൊളോയിഡ് ആക്കി മാറ്റും? അതിനുവേണ്ടി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നതാണ് ഐ എം ഗോയിങ് ടു ആഡ് ആൻ ഇലക്ട്രോലൈറ്റ്. എന്താണ് ആഡ് ചെയ്യാൻ പോകുന്നത്? ഒരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യാൻ പോവാണ്. ആ ഇലക്ട്രോലൈറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പെപ്റ്റൈസിംഗ് ഏജന്റ്. എന്താണ് വിളിക്കുന്നത്?
പെപ്റ്റൈസിങ് ഏജന്റ്. അപ്പൊ ഒരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്നു, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെപ്റ്റൈസിങ് ഏജന്റ്. പക്ഷെ ലോകത്തുള്ള ഏത് ഇലക്ട്രോലൈറ്റും നമുക്ക് ആഡ് ചെയ്യാൻ പാടില്ല. അതായത് നമുക്ക് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്നതിന് ഒരു റൂൾ ഉണ്ട്. അതായത് ഒരു പ്രത്യേക തരം ഇലക്ട്രോലൈറ്റ് മാത്രമേ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ എന്താണ് ആ ഇലക്ട്രോലൈറ്റിന്റെ പ്രത്യേകത? അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ ആഡ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റില് ഈ പ്രിസിപ്പിറ്റേറ്റിലുള്ള ഏതെങ്കിലും ഒരു അയോൺ ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. പ്രിസിപ്പിറ്റേറ്റിൽ ഇപ്പൊ ഏതൊക്കെ അയോണാണ് ഉള്ളത് ഒന്ന് പറഞ്ഞേ. ഏതൊക്കെ അയോണാണ്? ആലിയ പറഞ്ഞേ, ഏതൊക്കെയാണ് പ്രിസിപ്പിറ്റേറ്റിലുള്ള അയോൺസ്? ആലിയ. Ag+, Cl- അല്ലെ? സിൽവർ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ Ag+ അയോണും ഉണ്ട്, Cl- അയോണും ഉണ്ട്. അപ്പൊ നിങ്ങൾ ആഡ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിലും ഒന്നെങ്കിൽ Ag+ അയോൺ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ Cl- അയോൺ. രണ്ടും കൂടെ വേണ്ട, ഏതെങ്കിലും ഒരു അയോൺ, ഒന്നെങ്കിൽ Ag+ അല്ലെങ്കിൽ Cl- അടങ്ങുന്ന ഇലക്ട്രോലൈറ്റേ ആഡ് ചെയ്യാവുള്ളൂ. അപ്പൊ നോക്കുക, ഞാനിവിടെ AgNO3 എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. എന്താണ് AgNO3? അതിൻ്റെ അകത്ത് Ag+ അയോൺ ഉണ്ടല്ലോ അല്ലെ? Ag+ഉം NO3- ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഞാൻ AgNO3 എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൊല്യൂഷനില് Ag+ അയോൺസ് എങ്ങനെ ഉണ്ടാവും? ഞാൻ ആഡ് ചെയ്ത Ag+ അയോൺസ് അല്ലെ, ഈ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തുള്ള Ag+ അയോൺസ് മൊത്തം ഈ പറയുന്ന സൊല്യൂഷനിൽ ഉണ്ടായിരിക്കും. NO3- അയോണും ഉണ്ടായിരിക്കും. പക്ഷെ ഞാനിപ്പോ തൽക്കാലം NO3- അയോൺ വരയ്ക്കുന്നില്ല, കാരണം അതിന്റെ ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് അപ്പൊ Ag+ അയോൺസ് ആണ് ഞാൻ വരച്ചു വെച്ചേക്കുന്നത്. ഇത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടല്ലോ, ഈ പ്രസിപ്പിറ്റേറ്റ് ഈ Ag+ അയോൺസിനെ മൊത്തം വലിച്ചെടുക്കും. എന്ത് ചെയ്യും? പ്രസിപ്പിറ്റേറ്റ് ആ Ag+ അയോൺസിനെ മൊത്തം വലിച്ചെടുക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ പ്രസിപ്പിറ്റേറ്റിന്റെ ചുറ്റും വന്ന് ആ Ag+ അയോൺസ് ഇങ്ങനെ നിൽക്കും. ഇവിടെ Ag+, ഇവിടെ Ag+, ഇവിടെ Ag+, ഇവിടെ Ag+, ഇങ്ങനെ ഓരോ പ്രസിപ്പിറ്റേറ്റിന്റെയും ചുറ്റും വന്ന് ഈ പറയുന്ന സിൽവർ അയോൺസ് ഇങ്ങനെ നിൽക്കും. ചുറ്റും വന്ന് ഇങ്ങനെ ഓരോന്നിന്റെ ചുറ്റും വന്ന് ഇങ്ങനെ നിൽക്കും. ഈ Ag+ അയോൺസ് ഇങ്ങനെ ചുറ്റും വന്ന് നിൽക്കും. അങ്ങനെ അതൊരു കൊളോയിഡൽ സൊല്യൂഷൻ ആയിട്ട് മാറും. അതെങ്ങനെ അങ്ങനെ ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ആയിട്ട് മാറുന്നത്? അങ്ങനെ Ag+ അയോൺസ് ചുറ്റും വന്ന് നിന്നു എന്ന് വെച്ചുകൊണ്ട് എങ്ങനെയാണ് കൊളോയിഡൽ സൊല്യൂഷൻ ആയിട്ട് മാറുന്നത്? അതൊന്ന് പറഞ്ഞേ. ഇത്രയും കാര്യം മനസ്സിലായോ? അതായത് നമ്മുടെ കയ്യിൽ ഒരു വാട്ടർ ഉണ്ടായിരുന്നു, DM ഉണ്ടായിരുന്നു, അതിന്റെ അകത്ത് ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായിരുന്നു, സിൽവർ ക്ലോറൈഡ്. ആ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് തന്നെ നിന്ന് കഴിഞ്ഞാൽ അത് സസ്പെൻഷൻ ആണ്, കാരണം അത് അടിഞ്ഞു കൂടും. അപ്പൊ ഇനി അതിനെ കൊളോയിഡ് ആക്കി മാറ്റണം. കൊളോയിഡ് ആക്കി മാറ്റാൻ ഞാൻ എന്ത് ചെയ്തു? അതിന്റെ അകത്തേക്ക് ഒരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തു. ആഡ് ചെയ്ത ഇലക്ട്രോലൈറ്റില് ഒരു കോമൺ അയോൺ ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ സിൽവർ അയോൺ ഉള്ള ഒരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തു. ഏതാണ്? സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്തു. അപ്പൊ സിൽവർ നൈട്രേറ്റിലുള്ള Ag+ അയോൺസ് മൊത്തം ഈ പ്രസിപ്പിറ്റേറ്റിന് ചുറ്റും ചെന്നങ്ങ് നിന്നു. അങ്ങനെ ചുറ്റും ചെന്ന് നിന്നു എന്ന് വെച്ചോണ്ട് അത് കൊളോയിഡ് ആവണ എങ്ങനെയാണ്? അതാണ് എന്റെ ചോദ്യം. അങ്ങനെ ചുറ്റും ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും കൊളോയിഡ് എങ്ങനെയാ സ്വാലിഹ? അങ്ങനെ ചുറ്റും ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും കൊളോയിഡ് ആവുന്നേ? എന്തെങ്കിലും ലൂപ്പുണ്ടോ? സ്വാലിഹ എവിടെ ചോദിച്ചേ? ആ അയോൺസ് വന്ന് കൂടുമ്പോ ആ താഴെ ഡെപ്പോസിറ്റ് ചെയ്തതൊക്കെ താഴെ ഡെപ്പോസിറ്റ് ആ പ്രസിപ്പിറ്റേറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ അയോൺസോട് ചെല്ലുമ്പോ എന്തെങ്കിലും സംഭവിക്കും. ആയിഷ കൈവെക്കുന്നുണ്ടായിരുന്നല്ലോ, എന്താ ആയിഷയ്ക്ക് അറിയാമോ? സാർ, അത് AgCl Cl ആയിട്ട് ബാക്കിയുള്ള Al അട്രാക്ഷൻ കാരണമാണോ? ബോണ്ട് ഉണ്ടാക്കണ കാരണമാണോ? അല്ല, അതല്ല. വേറൊരു സിമ്പിൾ റീസൺ ആണ്. ആർക്കെങ്കിലും? അഭിരാമിക്ക് അറിയോ? അറിയില്ല സാർ. അറിയില്ല. നിസാബിന് അറിയോ? സാർ അറിയോ? അതിൽ ചാർജ് എല്ലാം ചാർജ് എൻ്റെ അടുത്ത് ചാർജ് ചെയ്ത് വലിക്കണോ? അബ്സോർബ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ആവോ? കേൾക്കാൻ പറ്റണില്ല, തിരിയണില്ല എന്നാ പറയണേന്ന്. നിങ്ങൾക്കിടെ പല ആൾക്കാരുടെ ഓഡിയോ എനിക്ക് തിരിയുന്നില്ല എന്നാ പറയണേന്ന്. ഓക്കെ, ഈ പ്രസിപ്പിറ്റേറ്റ് ഇല്ലേ, പ്രസിപ്പിറ്റേറ്റ് അത് ചാർജിനെ അബ്സോർബ് ചെയ്തിട്ട് വല്ലതും ബ്രേക്കപ്പ് ആവുകയാണോ? അറിയില്ല സാർ. ഓക്കെ, അഫ്സറിന് അറിയോ? അഫ്സർ അറിയില്ല. അറിയില്ല.
അപ്പൊ ഞാൻ തന്നെ പറഞ്ഞേക്കാം. അതായത് ഇപ്പൊ നിങ്ങൾ നോക്കുക, ആ പ്രസിപ്പിറ്റേറ്റിന്റെ ചുറ്റും ഇപ്പൊ പോസിറ്റീവ് ചാർജ് അല്ലേ ഉള്ളത്. നിങ്ങൾ നോക്കിക്കേ, AG+ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ്. അപ്പൊ ഈ ഒരു പ്രസിപ്പിറ്റേറ്റിന്റെ ചുറ്റും പോസിറ്റീവ് ചാർജ്, അടുത്ത പ്രസിപ്പിറ്റേറ്റിന്റെ ചുറ്റും പോസിറ്റീവ് ചാർജ്. അങ്ങനെയുള്ള പ്രസിപ്പിറ്റേറ്റുകൾ എപ്പോഴെങ്കിലും താഴത്തേക്ക് അടിഞ്ഞുകൂടാൻ ഇനി വല്ല സാധ്യതയുണ്ടോ? എങ്ങനെയാ അവർ താഴത്തേക്ക് അടിഞ്ഞുകൂടണേ? താഴത്തെ അടിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ അതിന് സമാധാനമായിട്ട് അവിടെ കിടക്കാൻ പറ്റണ്ടേ? ഈ പോസിറ്റീവ് ചാർജ് ഉള്ള സാധനങ്ങൾ എപ്പോഴും ഇങ്ങനെ റിപ്പൽ ചെയ്തുകൊണ്ടേ ഇരിക്കുള്ളൂ അല്ലെ? ഒരേ ചാർജ് ഉള്ള സാധനങ്ങൾ എപ്പോഴും റിപ്പൽ ചെയ്യല്ലേ ഉള്ളൂ. അപ്പൊ അതിങ്ങനെ ഏത് നേരം ആ സൊല്യൂഷനിൽ കിടന്ന് റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കും, അല്ലാണ്ട് അതിന് അടിഞ്ഞുകൂടാനായിട്ട് സാധിക്കില്ല. കാരണം ചാർജ് ഉള്ള സാധനം ആയതുകൊണ്ട് ഒരിക്കലും അതിന് അടിഞ്ഞുകൂടാ. അല്ലെങ്കിൽ പിന്നെ ഓപ്പോസിറ്റ് ചാർജ് ആർന്നായിരിക്കണം. ഇത് അതുമല്ലല്ലോ, ഓപ്പോസിറ്റ് ചാർജ് അല്ലല്ലോ. എല്ലാത്തിന്റെയും ചുറ്റും AG+ അയോൺസ് അല്ലേ ഉള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം എല്ലാത്തിനും പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ എന്ത് പറ്റും? ഈ പറയുന്ന പോസിറ്റീവ് ചാർജ് ഉള്ള ഈ പ്രസിപ്പിറ്റേറ്റുകൾ തമ്മിൽ റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ റിപ്പൽ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ സംഭവിക്കും. അതായത് ഒരാളുടെ അടുത്ത് നിന്ന് മറ്റേ ആൾ റിപ്പൽ ചെയ്ത് അടുത്ത ആളുടെ അടുത്ത് നിന്ന് ഇടിക്കും. അപ്പൊ കൂട്ടിയിടിക്കും. പ്രസിപ്പിറ്റേറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യും? കൂട്ടിയിടിക്കും. അന്നേരം ഈ പ്രസിപ്പിറ്റേറ്റ് ബ്രേക്ക് ചെയ്യും. അങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ വലിയ സൈസ് എന്നുള്ളത് കുറഞ്ഞ് കൊളോയിഡൽ സൈസിലേക്ക് മാറും. അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉണ്ടാവുകയും ചെയ്യും. ആ ഉണ്ടാവുന്ന കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഒരു കാരണവശാലും താഴത്തേക്ക് അടിഞ്ഞു കൂടുകയില്ല, കാരണം ഈ ചാർജ് ഉള്ളതുകൊണ്ട്. സോ പോസിറ്റീവ് ചാർജ് ഉള്ള പ്രസിപ്പിറ്റേറ്റുകൾ ഒരിക്കലും താഴത്ത് അടിഞ്ഞു കൂടില്ല, കാരണം അവർ പരസ്പരം റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? അവർ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പ്രസിപ്പിറ്റേറ്റ് ബ്രേക്ക് ചെയ്ത് കൊളോയിഡൽ സൈസിലേക്ക് മാറുകയും ചെയ്യും. അങ്ങനെയാണ് നമുക്ക് കൊളോയിഡ് കിട്ടുന്നത്. സോ ദിസ് ഈസ് ദ റീസൺ. ഇതിനെയാണ് നമ്മൾ പെപ്റ്റൈസേഷൻ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഇത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? പെപ്റ്റൈസേഷൻ മെത്തേഡിൽ എന്തെങ്കിലും സംശയം? ഇല്ല, സംശയമൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് വായിക്കണമല്ലോ. ആരാ വായിക്കുന്നത്? ഐഷ വായിച്ചോളൂ. ഐഷ, പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ് എന്ന് എടുത്തിട്ട് അത് ആദ്യം തൊട്ടങ്ങ് വായിച്ചോ. Preparation of colloids. Chemical method. Colloidal dispersions can be prepared by chemical reactions leading to formation of molecules by double decomposition, oxidation, reduction, or hydrolysis. These molecules then aggregate leading to formation of salts. AS2O3 plus 3H2S. വായിക്കണ്ട. ആ 4 റിയാക്ഷൻ അങ്ങ് അടയാളപ്പെടുത്തിയാൽ മതി. ഞാൻ ആ ബോർഡിൽ എഴുതുന്ന 4 റിയാക്ഷൻ തന്നെയാണ്. ആ 4 റിയാക്ഷൻ പഠിച്ചാൽ മതി, കെമിക്കൽ മെത്തേഡ് എന്നും പറഞ്ഞിട്ട്. ഇനി ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് വായിച്ചോളൂ. Bredik's arc method and or electrical disintegration. This process involves dispersion as well as condensation. Colloidal salts of metals such as gold, silver, platinum, etc. can be prepared by this method. In this method, electric arc is stuck between electrons of the metal immersed in the dispersion medium. The intense heat produced vaporizes the metal, which then condenses to form particles of colloidal size. Peptization. Peptization may be defined as the process of converting a precipitate into colloidal salt by shaking it with dispersion medium in the presence of small amount of electrolyte. The electrolyte used for this purpose is called a peptizing agent. This method is applied generally to convert a freshly prepared precipitate into a colloidal salt. During peptization, the precipitate absorbs one of the ions of the electrolyte on its surface. This causes the development of positive or negative charge on precipitates, which ultimately break up into small particles of the size of a colloid. You will learn. അടയാളപ്പെടുത്താൻ പറയാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം പഠിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് എല്ലാ സെന്റൻസും പഠിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അടയാളപ്പെടുത്താൻ പറയാത്തത്. ഫുൾ പഠിക്കേണ്ട സാധനം തന്നെയാണ്. അപ്പൊ ഇനി എന്തെങ്കിലും സംശയമുള്ളവർക്ക് ചോദിക്കാം. എനി ഡൗട്ട്? ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ പെപ്റ്റൈസേഷൻ മെത്തേഡിൽ തന്നെ ഇതിപ്പോ പോസിറ്റീവ് ചാർജ് ഉള്ള കൊളോയിഡ് ഉണ്ടാവുന്ന കാര്യമാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ നെഗറ്റീവ് ചാർജ് ഉള്ള കൊളോയിഡ് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കും? നെഗറ്റീവ് ചാർജ് ഉള്ള കൊളോയിഡ് എങ്ങനെ ഉണ്ടാക്കണേ? ഇതിപ്പോ AG+ അയോൺസ് ആണ് വന്ന് ചുറ്റും നിന്നത്. ഇനി നെഗറ്റീവ് ചാർജ് ഉള്ള കൊളോയിഡ് പ്രിപ്പയർ ചെയ്യാൻ എന്തെങ്കിലും മാർഗമെങ്കിലും പറയാമോ? Cl- വെച്ച് പറ്റില്ലേ? Cl- ഉള്ള ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യണം. അങ്ങനെ Cl- ഉള്ള ഇലക്ട്രോലൈറ്റ് ഏതെങ്കിലും ഒരെണ്ണം പറയാമോ? Cl- ഉള്ള ഇലക്ട്രോലൈറ്റ് അറിയില്ലേ? HCl മതിയോ? HCl അല്ലെങ്കിൽ KCl അല്ലെങ്കിൽ NaCl അങ്ങനെ ഏതെങ്കിലും ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുക. അപ്പൊ AgNO3 ആഡ് ചെയ്യണതിന് പകരം നമ്മൾ NaCl ആഡ് ചെയ്യുക. NaCl ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും?
NaCl Cl മൈനസ് മൊത്തം ആ AgCl പ്രസിപ്പിറ്റേറ്റിന്റെ ചുറ്റും ചെന്ന് നിൽക്കും. അപ്പൊ നിങ്ങൾക്ക് നെഗറ്റീവ് ചാർജ് കിട്ടും. അതിനെയാണ് നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡ് എന്ന് വിളിക്കുന്നത്. കൊളോയിഡ് തന്നെ പോസിറ്റീവ്ലി ചാർജ് കൊളോയിഡും ഉണ്ട്, നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡും ഉണ്ട്. നമുക്ക് രണ്ടും പെപ്റ്റൈസേഷൻ വഴി പ്രിപ്പയർ ചെയ്തെടുക്കാം. ഞാനിപ്പോ പോസിറ്റീവ് ചാർജ് എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ സിൽവർ നൈട്രേറ്റിന് വരെ NaCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ HCl ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് ചാർജ് ഉള്ള കൊളോയിഡ് കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. നെക്സ്റ്റ് ഈസ് ദ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ് ഓഫ് കൊളോയിഡ്സ്. പ്രിപ്പറേഷൻ കഴിഞ്ഞു, ഇനി നമ്മൾ പ്യൂരിഫൈ ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് ഈസ് ദ purification methods of colloids. ഇതും നമുക്ക് 3 മെത്തേഡ് ഉണ്ട്. ആദ്യത്തെ മെത്തേഡാണ് ഡയാലിസിസ്, രണ്ടാമത്തെ മെത്തേഡാണ് ഇലക്ട്രോഡയാലിസിസ്, മൂന്നാമത്തെ മെത്തേഡാണ് അൾട്രാ ഫിൽട്രേഷൻ. അങ്ങനെ 3 മെത്തേഡ് വഴിയാണ് നമ്മൾ കൊളോയിഡിനെ പ്യൂരിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇനി എല്ലാവരും ശ്രദ്ധിക്കുക, എന്താണ് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് എന്ന് ഞാൻ പറയാൻ പോവാണ്. ശ്രദ്ധിക്കുക. ഏതൊക്കെയാണ് മെത്തേഡ്? ഡയാലിസിസ്, ഇലക്ട്രോ ഡയാലിസിസ്, അൾട്രാ ഫിൽട്രേഷൻ. അപ്പൊ ശ്രദ്ധിച്ച്, മലയാളത്തിൽ പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ശുദ്ധീകരിക്കുക അല്ലെ, നമ്മളിങ്ങനെ ശുദ്ധമാക്കുക. അതായത് നമ്മൾ ഈ മേളിൽ പറഞ്ഞ 3 മെത്തേഡ് ഉണ്ടല്ലോ, പ്രഡിക്സ് ആർക്ക് മെത്തേഡ്, പെപ്റ്റൈസേഷൻ മെത്തേഡ്, കെമിക്കൽ മെത്തേഡ്, ഇതൊക്കെ വെച്ചിട്ട് കൊളോയിഡിനെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊളോയിഡിന്റെ ഉള്ളില് കുറച്ച് ഇമ്പ്യൂരിറ്റീസും കൂടെ കടന്നുകൂടും. കൊളോയിഡിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? കുറച്ച് ഇമ്പ്യൂരിറ്റീസ്, വേറെ കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഒരു കാര്യം ഇവിടെ ആലോചിക്കുക, ഈ പറയുന്ന പെപ്റ്റൈസേഷൻ മെത്തേഡിൽ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്നുണ്ടല്ലേ, അല്ലെ, ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് കൂടിപ്പോയാലും പ്രശ്നമാണ്. ഇലക്ട്രോലൈറ്റ് കൂടിപ്പോകാൻ പാടില്ല. അപ്പൊ നമ്മൾ അറിയാണ്ട് കുറച്ച് കൂടുതൽ ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ അതിനെ റിമൂവ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ കൊളോയിഡിലുള്ള ഇമ്പ്യൂരിറ്റീസിനെയും കൊളോയിഡിലുള്ള എക്സസ് ഇലക്ട്രോലൈറ്റിനെയും റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്യൂരിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് കൊളോയിഡിലുള്ള ഇമ്പ്യൂരിറ്റി. അപ്പൊ ഒരു കാര്യം ഇവിടെ ഞാൻ പറയാം, നമ്മൾ സാധാരണ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് റിമൂവ് ചെയ്യാന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ മൊത്തമായിട്ടും റിമൂവ് ചെയ്യുന്നില്ല. അതായത് ഇലക്ട്രോലൈറ്റിനെ മൊത്തമായിട്ടും കൊളോയിഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്നില്ല. പിന്നെ എന്താ ചെയ്യുന്നത്? ഒരു റിക്വിസിറ്റ് മിനിമം, അതായത് ഒരു മിനിമം എമൗണ്ടിലേക്ക് കുറയ്ക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇപ്പൊ ഒരു കൊളോയിഡിലുള്ള ഇലക്ട്രോലൈറ്റിനെ മൊത്തമായിട്ടും നമ്മൾ ആ കൊളോയിഡിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പാടില്ല. പിന്നെ എന്താ ചെയ്യാവുള്ളൂ? ഇലക്ട്രോലൈറ്റിന്റെ അളവ് കുറച്ച് നിർത്തുക. പിന്നെ ഇമ്പ്യൂരിറ്റീസിനെ മൊത്തമായിട്ടും നമ്മൾ റിമൂവ് ചെയ്യില്ല, ഇമ്പ്യൂരിറ്റീസിന്റെ അളവ് കുറച്ച് നിർത്തുക. ഇതാണ് നമ്മൾ പ്യൂരിഫിക്കേഷനിൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് പറയാമോ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഇലക്ട്രോലൈറ്റിനെ മൊത്തമായിട്ട് റിമൂവ് ചെയ്യാത്തതെന്ന്? എന്തുകൊണ്ടായി? ഇമ്പ്യൂരിറ്റീസിനെ വേണമെങ്കിൽ മൊത്തമായിട്ട് റിമൂവ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല, ഇലക്ട്രോലൈറ്റിനെ മൊത്തമായിട്ട് റിമൂവ് ചെയ്യാൻ പാടില്ല. അതിന്റെ കാരണം എന്തായിരിക്കും അറിയാമോ? എന്തുകൊണ്ട് ഇലക്ട്രോലൈറ്റിനെ മൊത്തമായിട്ട് റിമൂവ് ചെയ്യാൻ പാടില്ല? അറിയോ എന്തുകൊണ്ടാ ഇലക്ട്രോലൈറ്റിനെ മൊത്തമായിട്ട് റിമൂവ് ചെയ്യാൻ പാടില്ലാത്തതെന്ന്? അത് നേരത്തെ Agയുടെ കേസ് പറയുകയാണെങ്കിൽ ആ Ag+ ഒക്കെ റിമൂവ് ചെയ്യുമ്പോ വീണ്ടും ഇതാവൂല, ബിഗ് സൈസ് പോകില്ല, സസ്പെൻഷൻ ആവും അല്ലെ? അതായത് നിങ്ങൾ ആലോചിച്ചോളുക, അതായത് ഇപ്പൊ നമ്മൾ ആ പ്രിസിപ്പിറ്റേറ്റിലേക്ക് സിൽവർ നൈട്രേറ്റ് ഒഴിച്ചു കഴിഞ്ഞപ്പോഴല്ലേ അത് കൊളോയിഡ് ആയിട്ട് മാറിയത്. ആ സിൽവർ നൈട്രേറ്റിനെ മൊത്തം ഞാൻ അവിടുന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൊളോയിഡ് വീണ്ടും സസ്പെൻഷൻ ആയിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് അതിന്റെ കൊളോയിഡൽ പ്രോപ്പർട്ടി തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് ഇലക്ട്രോലൈറ്റിനെ മൊത്തമായിട്ട് റിമൂവ് ചെയ്യാൻ പാടില്ല. കുറച്ച് എമൗണ്ട് ഇലക്ട്രോലൈറ്റ് എന്തായാലും ആ കൊളോയിഡിൽ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ അത് കൊളോയിഡ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇലക്ട്രോലൈറ്റ് കൂടുതലുള്ള ഇലക്ട്രോലൈറ്റിനെ എന്ത് ചെയ്യണം? കുറയ്ക്കുക. അത് മാത്രമാണ് പ്യൂരിഫിക്കേഷനിൽ ചെയ്യുന്നത്. എന്താണ്? നമ്മൾ അറിയാണ്ട് കുറച്ച് ഇലക്ട്രോലൈറ്റ് കൂടുതൽ ആഡ് ചെയ്ത് പോയെങ്കിൽ ആ ഇലക്ട്രോലൈറ്റിന്റെ അളവിനെ കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് പ്യൂരിഫിക്കേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇമ്പ്യൂരിറ്റീസിന്റെ അളവിനെയും കുറയ്ക്കുക, എല്ലാം ഒരു റിക്വസിറ്റ് മിനിമത്തിലേക്ക് കൊണ്ടുവരിക. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് എന്ന് വിളിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടോ പ്യൂരിഫിക്കേഷനിൽ?
അപ്പൊ എന്താണ് പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളോയിഡ്സിനെ നമ്മൾ ശുദ്ധമാക്കുന്ന പ്രക്രിയയാണ്. അതായത് നമ്മൾ പെപ്റ്റൈസേഷൻ മെത്തേഡ് വഴി അല്ലെങ്കിൽ പ്രെഡിക്സ് ആർക്ക് മെത്തേഡ് വഴി അല്ലെങ്കിൽ കെമിക്കൽ മെത്തേഡ് വഴി കൊളോയിഡിനെ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ കൊളോയിഡിൽ കുറച്ച് ഇമ്പ്യൂരിറ്റീസും കുറച്ച് കൂടുതൽ ഇലക്ട്രോലൈറ്റും കടന്നുകൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഇമ്പ്യൂരിറ്റീസിനെയും കൂടുതലുള്ള ഇലക്ട്രോലൈറ്റിനെയും നമ്മൾ റിമൂവ് ചെയ്യുന്നു. റിമൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തമായിട്ട് റിമൂവ് ചെയ്യല്ല, ഒരു മിനിമത്തിലേക്ക് എത്തിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്യൂരിഫിക്കേഷൻ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതൊന്ന് വായിക്കണമല്ലോ. സ്വാലിഹി ഒന്ന് വായിക്കാമോ? പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് എന്ന് പറയുന്ന ഭാഗം. അതിൻ്റെ അകത്ത് ഞാൻ പറയണ മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ, മൊത്തം ഒന്നും പഠിക്കണ്ട. Purification of colloidal solution. Colloidal solutions, when prepared, generally contain excessive amount of electrolytes and some other soluble impurities. അത്ര അണ്ടർലൈൻ ചെയ്യണം, അത് അണ്ടർലൈൻ ചെയ്യണം. ആ ഫസ്റ്റ് സെന്റൻസ്. While the presence of traces of electrolyte is essential for the stability of the colloidal solution, large quantities coagulate it. It is therefore necessary to reduce the concentration of these soluble impurities to a requisite minimum. The concentration of these soluble impurities to the process used for reducing the amount of impurities to a requisite minimum is known as purification of colloidal solution. ഇനി ആ സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് സെന്റൻസും പിന്നെ ബോൾഡ് ലെറ്ററിൽ എഴുതിയേക്കുന്ന സെന്റൻസും അത്രയും പഠിച്ചാൽ മതി. The process used for reducing the amount of impurities to a requisite minimum. ഇമ്പ്യൂരിറ്റീസിന്റെ അളവും ഇലക്ട്രോലൈറ്റിന്റെ അളവും ഒക്കെ ഒരു റിക്വിസിറ്റ് മിനിമത്തിലേക്ക് കുറയ്ക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്യൂരിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഈസ് കോൾഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ. അപ്പൊ ഇനി നമുക്ക് അതിന്റെ ഓരോരോ മെത്തേഡുകളായിട്ട് പറയാം. ഫസ്റ്റ് മെത്തേഡാണ് ഡയാലിസിസ്. എങ്ങനെയാണ് ഡയാലിസിസ് നടത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഡയാലിസിസ് നടത്താനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ടാങ്ക് എടുത്ത് വെച്ചേക്കുവാണ്. ഇതാണ് എന്റെ ടാങ്ക്. ഈ ടാങ്കിന് രണ്ട് ഓപ്പണിംഗ് ഉണ്ട്. ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഇവിടെയും ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇങ്ങനെ രണ്ട്. എന്നിട്ട് ഈ ടാങ്കിൽ ഞാൻ എന്ത് നിറച്ചേക്കുവാണ്, ഈ ടാങ്കിൽ ഞാൻ വെള്ളം നിറച്ചേക്കുവാണ്. ടാങ്കിൽ എന്തുണ്ട്, വെള്ളം നിറച്ച് വെച്ചേക്കുവാണ്. ഇങ്ങനെ വെള്ളം നിറച്ച് വെച്ചേക്കുവാണ്. ഈ വെള്ളം ഞാൻ ഇവിടെ നിന്നാണ് പമ്പ് ചെയ്ത് ഉള്ളിലോട്ട് കയറ്റുന്നത്. ഇവിടെ നിന്ന് ഈ വെള്ളം പുറത്തോട്ട് ഒഴുകി പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ, വെള്ളം ഏത് നേരം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അതിന്റെ അർത്ഥം. ഒരു സൈഡിൽ നിന്ന് വെള്ളം കയറി വരുന്നു, മറ്റേ സൈഡിൽ വെള്ളം ഇറങ്ങി പോകുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഒഴുക്കുള്ള വെള്ളമാണത്. ടാങ്കിന്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ വെള്ളം നിശ്ചലമായിട്ട് കിടക്കുമല്ല, പിന്നെ എന്താണ്, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു സൈഡിൽ നമ്മൾ പമ്പ് ചെയ്ത് കയറ്റുന്നു, വെള്ളം പൈപ്പ് വഴി ടാപ്പ് വഴി കയറ്റുന്നു, മറ്റേ സൈഡിൽ വെള്ളം പുറത്തോട്ട് പോകുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഒരു ബാഗ് ഇറക്കി വെക്കുകയാണ്. എന്താണ്, വി ആർ ഇമേഴ്സിങ് എ ബാഗ്. ഒരു ബാഗ് ഇറക്കി വെക്കുകയാണ്. ഇതാണ് ബാഗ്. കണ്ട കുപ്പി പോലെ ഇരിക്കും, പക്ഷെ ഇതിനെ നമ്മൾ ബാഗ് എന്നാണ് വിളിക്കുന്നത്. ഇതാണ് നമ്മുടെ ബാഗ്. നമ്മൾ ഈ ടാങ്കിനകത്തേക്ക് എന്തിറക്കി വെച്ചു, ഒരു ബാഗ് ഇറക്കി വെച്ചു. ഈ ബാഗിന്റെ പേരാണ് ഡയലൈസർ. എന്താണ്, ഡയലൈസർ. ഡയലൈസർ. ഈ ബാഗിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഈ ബാഗ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, അനിമൽ മെമ്പറൈൻ. എന്താണ്, അനിമൽ മെമ്പറൈൻ. അനിമൽ മെമ്പറൈൻ അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന വേറൊരു പേരാണ് പാർച്ച്മെന്റ് പേപ്പർ. എന്താണ്, പാർച്ച്മെന്റ് പേപ്പർ. ബാഗ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വെച്ചിട്ടാണ് അനിമൽ മെമ്പറൈൻ വെച്ചിട്ട് അല്ലെങ്കിൽ പാർച്ച്മെന്റ് പേപ്പർ വെച്ചിട്ടാണ് ബാഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ അനിമൽ മെമ്പറൈനിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? അനിമൽ മെമ്പറൈനിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ സലാഹുദ്ദീനെ, എന്താ പ്രത്യേകത? സെമി പെർമിയബിൾ ആണ്. ഇറ്റ് ഈസ് എ സെമി പെർമിയബിൾ മെമ്പറൈൻ. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലെ, ഓസ്മോസിസ് പറഞ്ഞപ്പോ. സെമി പെർമിയബിൾ മെമ്പറൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ സെമി പെർമിയബിൾ മെമ്പറൈൻ? മാളവിക, എന്താണ് സെമി പെർമിയബിൾ മെമ്പറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഈസ് സെമി പെർമിയബിൾ മെമ്പറൈൻ? അറിയില്ല സർ. അറിയില്ല. സെമി പെർമിയബിൾ മെമ്പറൈൻ എന്താണ് ഐഷ? വാട്ട് ഈസ് സെമി പെർമിയബിൾ മെമ്പറൈൻ? സാർ അത് വെള്ളത്തിൽ നിന്നുള്ള ഇത് മോളിക്യൂൾസ് ഒക്കെ അബ്സോർബ് ചെയ്യണില്ലേ? രണ്ട് ഐഷ ഉണ്ടല്ലോ, ഞാൻ ഐഷ ഹനേനെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഐഷ പറഞ്ഞോ, മറ്റേ ഐഷ പറഞ്ഞോ. അത് വെള്ളത്തിലുള്ള മിനറൽസ് ഒക്കെ അബ്സോർബ് ചെയ്യും. വെള്ളത്തിലുള്ള മിനറൽസിനെ അബ്സോർബ് ചെയ്യുന്നതിനെയാണോ സെമി പെർമിയബിൾ മെമ്പറൈൻ എന്ന് പറയുന്നത്? അല്ല, അതിലൂടെ ഫ്ലോ ചെയ്യാനായിട്ട് അലോ ചെയ്യണ. അല്ല അല്ല അല്ല
ഐഷ, ഹന്നയ്ക്ക് അറിയാമോ? ഇല്ല സർ. സെമി പെർമിയബിൾ, ആ വാക്കിന്റെ അർത്ഥം തന്നെ, ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പോലെ സെമി പെർമിയബിൾ, അതായത് കുറച്ച് സാധനങ്ങളെ അതിന്റെ ഉള്ളിലേക്ക് കയറാനും ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പോകാനും സമ്മതിക്കും. എന്നാൽ ചില സാധനങ്ങളെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പോകാൻ സമ്മതിക്കില്ല. അതായത് ആ ബാഗിന്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ബാഗിന്റെ പുറത്തോട്ട് പോകാനായിട്ട് കുറച്ചുപേരെ പുള്ളി സമ്മതിക്കും, കുറച്ചുപേരെ പുള്ളി സമ്മതിക്കില്ല. അതാണ് സെമി പെർമിയബിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാഗിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കുറച്ച് പേരോർക്ക് ഗ്രീൻ സിഗ്നൽ കൊടുക്കും, പൊക്കോ എന്ന് പറയും. വേറെ ചിലരോട് നീ തൽക്കാലം പോകണ്ട, അവിടെ തന്നെ കിടന്നോളാൻ പറയും. ഇങ്ങനെയുള്ള മെംബ്രെയിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ടാണ് നമ്മൾ എന്തെടുത്തിരിക്കുന്നത്, ഈ പറയുന്ന ബാഗ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ബാഗ് എവിടെ ഇറക്കി വെച്ചു? നമ്മൾ ആ ടാങ്കിൽ ഇറക്കി വെച്ചു. ശരി, ഇനി എന്നാ ചെയ്യണ്ടേ? നമ്മൾ ഈ ബാഗിന്റെ ഉള്ളിൽ എന്തെടുക്കണം? നമ്മളുടെ കൊളോയിഡൽ സൊല്യൂഷൻ എടുക്കണം. ഈ ബാഗിന്റെ ഉള്ളിൽ നമ്മൾ എന്തെടുത്തു? നമ്മുടെ കൊളോയിഡൽ സൊല്യൂഷൻ എടുത്തു. ഇതാണ് നമ്മുടെ കൊളോയിഡൽ സൊല്യൂഷൻ. അങ്ങനെ കൊളോയിഡൽ സൊല്യൂഷൻ നമ്മൾ ഈ ബാഗിന്റെ ഉള്ളിൽ എടുത്തു കഴിയുമ്പോൾ എന്താണ് പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ കൊളോയിഡൽ സൊല്യൂഷനിൽ എന്തുണ്ട്? ഇമ്പ്യൂരിറ്റീസും ഉണ്ട്, എക്സസ് ഇലക്ട്രോലൈറ്റും ഉണ്ട്. അങ്ങനെയുള്ള കൊളോയിഡൽ സൊല്യൂഷൻ ആണ് നമ്മൾ ആ ബാഗിന്റെ ഉള്ളിൽ എടുത്തു വെച്ചേക്കുന്നത്. പ്യുവർ കൊളോയിഡൽ സൊല്യൂഷൻ അല്ല, ഇമ്പ്യൂരിറ്റീസും എക്സസ് ഇലക്ട്രോലൈറ്റും ഉള്ള കൊളോയിഡൽ സൊല്യൂഷൻ. അതാണ് ഇപ്പൊ ബാഗിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ കയറി ഇറങ്ങുമല്ലേ. അപ്പൊ ഈ വെള്ളം ഇതിങ്ങനെ ഇങ്ങനെ കയറി വന്ന് ഈ ബാഗിന്റെ ഉള്ളിൽ കൂടെ കയറും. വാട്ടർ മോളിക്യൂൾസിന് സുഖമായിട്ട് ഈ ബാഗിന്റെ ഉള്ളിലോട്ട് കയറാം. അങ്ങനെ വാട്ടർ മോളിക്യൂൾ നമ്മൾ ഈ ബാഗിന്റെ ഉള്ളിലോട്ട് കയറി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബാഗിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോലൈറ്റും ഇമ്പ്യൂരിറ്റീസും ഈ ബാഗിന്റെ പുറത്തോട്ട് ആ വെള്ളത്തിന്റെ കൂടെ തന്നെ ഒഴുകി ഇതേ പുറത്തോട്ട് പോകും. ആ ബാഗിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോലൈറ്റും ഇമ്പ്യൂരിറ്റീസും എന്ത് ചെയ്യും? ആ ബാഗിന്റെ പുറത്തോട്ട് ഒഴുകി അങ്ങ് പോകും. പക്ഷെ കൊളോയിഡൽ സൊല്യൂഷൻ, കൊളോയിഡൽ സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, അത് ആ ബാഗിന്റെ ഉള്ളിൽ തന്നെ കിടക്കും. കാരണം കൊളോയിഡിന് ഒരിക്കലും ബാഗിന്റെ പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കില്ല. കൊളോയിഡൽ മോളിക്യൂൾസിന് ഒരിക്കലും ബാഗിന്റെ പുറത്തോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷെ ഇമ്പ്യൂരിറ്റീസിനും ഇലക്ട്രോലൈറ്റിനും എന്ത് ചെയ്യാൻ പറ്റും? ബാഗിന്റെ പുറത്തോട്ട് പോകാനായിട്ട് സാധിക്കും. ഇതാണ് ഡയാലിസിസ് എന്ന് പറയുന്ന പ്രക്രിയ. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിനെ റിമൂവ് ചെയ്യാൻ സാധിച്ചു. കൊളോയിഡിനെ മാത്രമായിട്ട് നമുക്ക് ആ ബാഗിന്റെ ഉള്ളിൽ കിട്ടും. ഇതിനെയാണ് ഡയാലിസിസ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ എന്താണ് ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ? അപ്പൊ എന്താണ് ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡയലൈസർ എന്ന് പറയുന്ന ബാഗ് എടുക്കുക. ആ ബാഗ് അനിമൽ മെംബ്രെയിൻ വെച്ചാൽ പാർച്ച്മെന്റ് പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് പാർച്ച്മെന്റ് പേപ്പറിന്റെ ഗുണം? ആ പാർച്ച്മെന്റ് പേപ്പർ എന്ത് ചെയ്യില്ല? ഇമ്പ്യൂരിറ്റീസിനെയും ഇലക്ട്രോലൈറ്റ്സിനെയും പുറത്തോട്ട് പോകാൻ സമ്മതിക്കും. പക്ഷെ കൊളോയിഡൽ മോളിക്യൂളിനെ പുറത്തോട്ട് പോകാൻ സമ്മതിക്കില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ബാഗിന്റെ ഉള്ളിൽ നമ്മളുടെ ഇമ്പ്യൂരിറ്റീസും ഇലക്ട്രോലൈറ്റും അടങ്ങുന്ന കൊളോയിഡിനെ നമ്മൾ ഈ ബാഗിന്റെ ഉള്ളിൽ എടുക്കുക. എന്നിട്ട് അത് നമ്മൾ ആ ടാങ്കിലേക്ക് ഇറക്കി വെക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ഒഴുക്കുള്ള വെള്ളമാണല്ലോ. അപ്പൊ ആ വെള്ളം ഈ ഇമ്പ്യൂരിറ്റീസിനെ ഇലക്ട്രോലൈറ്റ്സിനെ ഒക്കെ ഒഴുക്കിക്കൊണ്ട് പോകോളും. നമ്മളുടെ കൊളോയിഡൽ സാധനം മാത്രം ആ ബാഗിന്റെ ഉള്ളിൽ കിടക്കും. ഇതാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് ബൈ ഡയാലിസിസ്. അപ്പൊ ഒന്ന് വായിക്കണമല്ലോ. ആരാ വായിക്കുന്നത്? ഒന്ന് വായിച്ചേ. സ്വാലിഹ തന്നെ വായിച്ചേ. Dialysis. It is the process of removing a dissolved substance from a colloidal solution by means of diffusion through a suitable membrane. Since particles, ions, smaller molecules in a true solution can pass through animal membrane bladder or parchment paper or cellophane sheet, but not the colloidal particles, the membrane can be used for dialysis. The apparatus used for this purpose is called a dialyzer. A bag of suitable membrane containing the colloidal solution is suspended in a vessel through which fresh water is continuously flowing. The molecules and ions diffuse through membrane into the outer water and a pure colloidal solution is left behind. ഇത്രയാണ് ഡയാലിസിസ്. അപ്പൊ ഞാൻ തന്നിരിക്കുന്ന നോട്ടിൽ കുറച്ചും കൂടെ ചെറുതാക്കി എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് പഠിച്ചാലും മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഡയാലിസിസിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് മെത്തേഡ് ഈസ് ഇലക്ട്രോ ഡയാലിസിസ്. അടുത്തതാണ് ഇലക്ട്രോ ഡയാലിസിസ് മെത്തേഡ്. ഇലക്ട്രോ ഡയാലിസിസ് അതാ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ എന്താ ഇലക്ട്രോ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താണ്? ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിൽ ഡയാലിസിസ് നടത്തുക. അതാണ് ഇലക്ട്രോ ഡയാലിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ സെയിം സംഭവം തന്നെ, ഡയാലിസിസ് തന്നെ, പക്ഷെ നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിൽ നടത്തുന്നു.
അങ്ങനെയാണെങ്കിൽ എന്തിനാ ഇപ്പൊ ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിൽ നടത്തുന്നത്? ഇങ്ങനെയൊന്നും നടത്തിയാൽ പോരെ? ഡയാലിസിസ് ഇപ്പൊ എങ്ങനെയൊന്നും നടത്തിയാൽ പോരെ? എന്തിനാ ഇപ്പൊ ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിൽ നടത്തുന്നതിന് എത്ര നിർബന്ധം? വലിയ ആവശ്യമുണ്ടോ അബീന? ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിൽ കുറച്ച് ഇലക്ട്രിസിറ്റി കൂടുതലുണ്ട് എന്നാ പിന്നെ ഉപയോഗിച്ചേക്കാം, അങ്ങനെയാണോ? കറണ്ട് ബില്ല് പോരാ വീട്ടില്, എന്നാ പിന്നെ കുറച്ച് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നതാണോ? അതാണോ? ആണ് അല്ലേ? ആണോ അബീന? അല്ല. പിന്നെ എന്തായിരിക്കും? പിന്നെ എന്തിനാ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത്? സെപ്പറേറ്റ് ചെയ്യാനാണോ അയോൺസിനെ? സെപ്പറേറ്റ് ചെയ്തല്ലോ. ഇപ്പൊ ഡയാലിസിസ് ഞാൻ ഉഗ്രനായിട്ട് സെപ്പറേറ്റ് ചെയ്തല്ലോ. ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? അതാണ്. എന്തെങ്കിലും അഡ്വാൻറ്റേജ് കാണൂല, അല്ലെങ്കിൽ പിന്നെ ചുമ്മാ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കേണ്ടി വരും. ഇത്രയും അമൂല്യമായ സാധനം. അന്ന, എന്തുകൊണ്ടായിരിക്കും ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത്? ഈ സംഭവം കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയതുകൊണ്ടാണോ? കുറച്ചും കൂടി എഫിഷ്യന്റ് എങ്ങനെയാവും? കുറച്ചുകൂടി സ്പീഡിലല്ലോ നടക്കും. കുറച്ചും കൂടെ സ്പീഡിൽ നടക്കും. അത് തന്നെ, അതാണ് കാര്യം. അതായത് സ്പീഡ് കൂട്ടാൻ, ഈ ഡയാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ സ്പീഡ് കൂട്ടാനാണ് നമ്മൾ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായോ? ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഡയാലിസിസിന്റെ സ്പീഡ് കൂടും. മറ്റേതാകുമ്പോൾ ചിലപ്പോൾ കുറെ മണിക്കൂറുകൾ എടുക്കും. ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറെ മണിക്കൂറുകൾ എടുക്കും. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, എന്നാ പിന്നെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചങ്ങ് ചെയ്താൽ പോലെ എന്തിനാ വെറുതെ സാധാരണ ഡയാലിസിസ് അല്ലെ? അങ്ങനെ ആലോചിക്കാമല്ലോ. എന്നാ പിന്നെ എല്ലാ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചങ്ങ് നടത്തിയാൽ പോരെ? അത് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് നടത്തണമെന്ന് താല്പര്യമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ മെത്തഡ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് നടത്തി എടുക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ചെയ്താൽ മതി. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം. ഇലക്ട്രിസിറ്റി ഇല്ലാണ്ടും ചെയ്യാം, ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിലും ചെയ്യാം. അപ്പൊ എന്താ അവിടെ സംഭവിക്കണേന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ പോലെ തന്നെ ടാങ്ക് എടുക്കുക. ബാക്കിയൊന്നും വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. ആദ്യത്തെ പോലെ തന്നെ നമ്മൾ ടാങ്ക് എടുത്തു. ഇതാണ് നമ്മുടെ ടാങ്ക്. ആ ടാങ്കിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തു? വെള്ളം നിറച്ചു. ടാങ്കിന്റെ ഉള്ളിൽ നമ്മൾ വെള്ളം നിറയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ബാഗ് ഇറക്കി വെക്കുന്നു. നമ്മുടെ ബാഗ് ഇതുപോലെ ആദ്യത്തെ പോലെ തന്നെ നമ്മുടെ ബാഗ് ഇറക്കി വെക്കുന്നു. വെള്ളം ഇവിടുന്ന് കയറുന്നു, ഇവിടുന്ന് വെള്ളം ഇറങ്ങി പോകുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 2 ഇലക്ട്രോഡും കൂടെ ഇവിടെ വെക്കും. 2 ഇലക്ട്രോഡ്, ഇവിടെ ഒരു ഇലക്ട്രോഡ്, ഇവിടെ ഒരു ഇലക്ട്രോഡ്. ഈ ഇലക്ട്രോഡ് എന്ത് ചെയ്യും? ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കും ഈ ഇലക്ട്രോഡ് നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്യും. ഇത്രയുള്ള വ്യത്യാസമേ ഉള്ളൂ. ഒരു ഇലക്ട്രോഡ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്കും മറ്റേ ഇലക്ട്രോഡ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്യും. അപ്പൊ ചുരുക്കി പറഞ്ഞ എന്തായി? ഒരു ഇലക്ട്രോഡ് പോസിറ്റീവും മറ്റേ ഇലക്ട്രോഡ് നെഗറ്റീവും ആയി. അപ്പൊ ഇനി എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ഈ പറയുന്ന കൊളോയിഡൽ സൊല്യൂഷന്റെ ഉള്ളില്, അതായത് നമ്മുടെ ബാഗിന്റെ ഉള്ളിൽ എടുത്തിരിക്കുന്ന കൊളോയിഡൽ സൊല്യൂഷനിൽ ഇലക്ട്രോലൈറ്റ് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ് ഉണ്ടെന്ന് കരുതുക. കൊളോയിഡൽ സൊല്യൂഷന്റെ ഉള്ളിൽ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ അകത്ത് Na+ അയോൺസും Cl- അയോൺസും കാണില്ലേ? ഈ Na+ അയോൺസ് മൊത്തം എങ്ങോട്ടേക്ക്? പെട്ടെന്ന് തന്നെ എങ്ങോട്ടേക്ക് പോകും? ഈ നെഗറ്റീവ് ഇലക്ട്രോഡിന്റെ അടുത്തേക്കും. Cl- അയോൺസ് പെട്ടെന്ന് തന്നെ എങ്ങോട്ടേക്ക് പോകും? നമ്മുടെ പോസിറ്റീവ് ഇലക്ട്രോഡിന്റെ അടുത്തേക്കും പോകും. പെട്ടെന്ന് തന്നെ. അതായത് നേരത്തെ പോലെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കൊന്നും വേണ്ട. ഈ ബാഗിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ ഈ അയോൺസ് ഇലക്ട്രോഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇലക്ട്രോലൈറ്റിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇലക്ട്രോഡയാലിസിസ്. ഇത് കൊളോയിഡൽ സൊല്യൂഷനിലുള്ള എക്സസ് ഇലക്ട്രോലൈറ്റിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഇലക്ട്രോഡ് വെച്ചിട്ട് ആ ഇലക്ട്രോലൈറ്റിനെ റിമൂവ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോഡയാലിസിസ്. എന്തെങ്കിലും സംശയം ഉണ്ടോ? എനി ഡൗട്ട്? ഇലക്ട്രോഡയാലിസിസിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? വായിച്ച ഇലക്ട്രോഡയാലിസിസ് വായിച്ച്. Sir. Electrodialysis. Ordinarily, the process of dialysis is quite slow. It can be made faster by applying an electric field if the dissolved substance in the impure colloidal solution is only an electrolyte. The process is then named electrodialysis. The colloidal solution is based in the bag of suitable membrane while pure water is taken outside. Electrodes are filled in the compartment as shown in the figure 5.1. The ions present in the colloidal solution migrate out to the oppositively charged electrodes. അതായത് ഇലക്ട്രോലൈറ്റിനെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇലക്ട്രോഡയാലിസിസ്. അതായത് കൊളോയിഡൽ സൊല്യൂഷനിലുള്ള ഇലക്ട്രോലൈറ്റിനെ റിമൂവ് ചെയ്യാൻ. മറ്റ് ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല.
ഇലക്ട്രോലൈറ്റിനെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇലക്ട്രോ ഡയാലിസിസ് മെത്തേഡ്. എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? എനി ഡൗട്ട്സ്? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത മെത്തേഡിലേക്ക് പോട്ടെ. നെക്സ്റ്റ് ഈസ് അൾട്രാ ഫിൽട്രേഷൻ മെത്തേഡ്. ലാസ്റ്റ് മെത്തേഡാണ് നമ്മുടെ പ്യൂരിഫിക്കേഷൻ, അവസാനത്തെ പ്യൂരിഫിക്കേഷൻ മെത്തേഡാണ് അൾട്രാ ഫിൽട്രേഷൻ മെത്തേഡ്. നെക്സ്റ്റ് ഈസ് അൾട്രാ ഫിൽട്രേഷൻ മെത്തേഡ്. ഇത് ഞാൻ തന്നിരിക്കുന്ന നോട്ടിൽ നോക്കി പഠിച്ചാൽ മതി കേട്ടോ. നോട്ടിൽ ഞാൻ എഴുതി തന്നിട്ടുണ്ട്, ആ പ്രിന്റഡ് നോട്ടിൽ നോക്കി പഠിച്ചാൽ മതി. ഇതെന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നോക്കുക. എന്റെ കയ്യിൽ ഇപ്പൊ ഒരു കൊളോയിഡ് ഉണ്ടെന്ന് കരുതുക. ഈ കുപ്പിക്കകത്ത് എന്തുണ്ട്? ഒരു കൊളോയിഡ് ഉണ്ട് എന്ന് കരുതുക. ഇങ്ങനെ ഒരു കൊളോയിഡ് ഉണ്ട്. പക്ഷെ ഈ കൊളോയിഡിന്റെ അകത്ത് എന്തുണ്ട്? ഇമ്പ്യൂരിറ്റീസും ഉണ്ട് എന്ന് കരുതുക. കൊളോയിഡും ഉണ്ട്, കൊളോയിഡിന്റെ ഉള്ളിൽ ഇമ്പ്യൂരിറ്റീസും ഉണ്ട്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം അല്ലെ? ഇമ്പ്യൂരിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു നോക്കിക്കേ. ഞാന് ഇതുപോലെ ഒരു പാത്രം എടുത്തു. എന്നിട്ട് ആ പാത്രത്തിന്റെ മേളിലേക്ക് ഞാനൊരു ഫണൽ ഇറക്കി വെച്ചു. എന്തിറക്കി വെച്ചു? ഒരു ഫണൽ ഇറക്കി വെച്ചു. ഇതുപോലെ ഒരു ഫണൽ ഇറക്കി വെച്ചു. എന്നിട്ട് ആ ഫണലിന്റെ ഉള്ളിൽ ഒരു ഫിൽറ്റർ പേപ്പർ വെച്ചു. ഇതുപോലെ ഒരു ഫിൽറ്റർ പേപ്പർ വെച്ചു. എന്നിട്ട് ആ ഫിൽറ്റർ പേപ്പറിന്റെ ഉള്ളിൽ എന്ത് ചെയ്തു? ഈ കൊളോയിഡൽ സൊല്യൂഷൻ അങ്ങ് ഒഴിച്ചു. നമ്മുടെ മറ്റേ കുപ്പിയിൽ ഇരിക്കുന്ന കൊളോയിഡൽ സൊല്യൂഷൻ ഈ ഫിൽറ്റർ പേപ്പറിൽ അങ്ങ് ഒഴിച്ചു. പക്ഷെ അന്നേരം എന്ത് സംഭവിക്കും? ആ ഫിൽറ്റർ പേപ്പറിന്റെ ഉള്ളിൽ കൊളോയിഡും ഇമ്പ്യൂരിറ്റീസും എല്ലാം അങ്ങനെ താഴ്ത്തോട്ട് വരും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് കൊളോയിഡിനെ ഫിൽറ്റർ ചെയ്യാൻ പറ്റില്ല. കാരണം സാധാരണ ഫിൽറ്റർ പേപ്പറിന്റെ ഉള്ളിൽ ഈ കൊളോയിഡും കൂടെ ഉള്ളിൽ പുറത്തോട്ട് പോരും. അപ്പൊ ഈ കുപ്പിയിലേക്ക് ഇമ്പ്യൂരിറ്റീസും കൊളോയിഡും തന്നെ പോരും. അതായത് നമ്മുടെ മറ്റേ കുപ്പിയിൽ ഇരിക്കുന്ന പോലെ തന്നെ ഈ കുപ്പിയിലേക്കും കിട്ടും. അതായത് സെപ്പറേഷൻ ഉണ്ടാവില്ല. there will not be any separation. ഇമ്പ്യൂരിറ്റീസും അല്ലെ ആ ഫിൽറ്റർ പേപ്പറിൽ ഒന്നും തങ്ങി നിൽക്കില്ല. അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഫിൽറ്റർ പേപ്പറിലേക്ക് ഒന്നും തന്നെ തങ്ങി നിൽക്കില്ല. അപ്പൊ സാധാരണ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൊളോയിഡിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇനി എന്നാ ചെയ്യാൻ പോണെന്ന് നോക്കിക്കോ. ഈ സാധാരണ ഫിൽറ്റർ പേപ്പറിനെ ഞാൻ ഒരു അൾട്രാ ഫിൽറ്റർ പേപ്പർ ആക്കി മാറ്റാൻ പോവാണ്. എന്ത് ചെയ്യാൻ പോവാണ്? സാധാരണ ഫിൽറ്റർ പേപ്പറിനെ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു അൾട്രാ ഫിൽറ്റർ പേപ്പർ ആക്കി മാറ്റണം. അതിന് ഞാൻ എന്നാ ചെയ്യാൻ പോണെന്ന് നോക്കിക്കോ. അതിന് ഞാൻ ചെയ്യുന്നതാണ്, ഒരു ബീക്കറില് ഒരു സൊല്യൂഷൻ എടുക്കുന്നു. ആ സൊല്യൂഷന്റെ പേരാണ് കൊളോഡിയൻ സൊല്യൂഷൻ. എന്താണ് പേര്? കൊളോഡിയൻ സൊല്യൂഷൻ. കൊളോയിഡ് എന്നല്ല, കൊളോഡിയൻ സൊല്യൂഷൻ. അപ്പൊ ഈ കൊളോഡിയൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾ പഠിക്കണം. ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ഓഫ് 4% നൈട്രോസെല്ലുലോസ്. എന്താണ് 4% നൈട്രോസെല്ലുലോസ് ഇൻ ആൽക്കഹോൾ ആൻഡ് ഈഥർ മിക്സ്ചർ. 4% നൈട്രോസെല്ലുലോസ് ഇൻ ആൽക്കഹോൾ ആൻഡ് ഈഥർ മിക്സ്ചർ. ഇതിനെയാണ് നമ്മൾ കൊളോഡിയൻ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതായത് 3 സാധനങ്ങള് കമ്പൈൻ ചെയ്യുക. ഏതൊക്കെയാണ് 3 സാധനങ്ങള്? ഒന്ന് 4% നൈട്രോസെല്ലുലോസ്, ആൽക്കഹോള്, ഈഥർ. ഈ 3 സാധനവും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാധനത്തിനെയാണ് കൊളോഡിയൻ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ കൊളോഡിയൻ സൊല്യൂഷൻ എന്താണ്? 4% നൈട്രോസെല്ലുലോസ്, ആൽക്കഹോള്, ഈഥർ. ഈ 3 എണ്ണം കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻ ആണ് കൊളോഡിയൻ. ഇനി എന്തിനാ ഈ കൊളോഡിയൻ സൊല്യൂഷൻ? നമ്മളുടെ ഫിൽറ്റർ പേപ്പർ ഉണ്ടല്ലോ, നമ്മുടെ ഓർഡിനറി ഫിൽറ്റർ പേപ്പർ, സാധാരണ ഫിൽറ്റർ പേപ്പർ, ആ ഫിൽറ്റർ പേപ്പർ എടുത്തിട്ട് ഞാൻ ഈ കൊളോഡിയൻ സൊല്യൂഷനിൽ മുക്കണം. എന്ത് ചെയ്യണം? സാധാരണ ഫിൽറ്റർ പേപ്പർ എടുത്തിട്ട് ഈ കൊളോഡിയൻ സൊല്യൂഷനിൽ മുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആ മുക്കിയ ഫിൽറ്റർ പേപ്പറിനെ വീണ്ടും വേറൊരു സൊല്യൂഷനിലേക്ക് മുക്കണം. അതാണ് ഫോമാൽഡിഹൈഡ്, HCHO. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോമാൽഡിഹൈഡ്. എന്താണ് ഫോമാൽഡിഹൈഡ്? അപ്പൊ 2 സ്റ്റെപ്പാണ്. ആദ്യം എന്ത് ചെയ്യണം? ഓർഡിനറി ഫിൽറ്റർ പേപ്പറിനെ എടുത്ത് കൊളോഡിയൻ സൊല്യൂഷനിൽ മുക്കണം. എന്നിട്ട് ആ മുക്കിയ ഫിൽറ്റർ പേപ്പറിനെ എടുത്ത് വീണ്ടും ഫോമാൽഡിഹൈഡിൽ ഒന്നോടെ മുക്കണം. എന്തിനാ ഈ ഫോമാൽഡിഹൈഡിൽ മുക്കണം എന്നറിയാമോ? അത് ആ ഫിൽറ്റർ പേപ്പറിന് ഇച്ചിരി കട്ടി വരാനായിട്ടാണ്, ഇച്ചിരി കട്ടി പിടിക്കാനായിട്ട്. അതായത് ഒരു സ്ട്രെങ്ത്, പെട്ടെന്നൊന്നും കീറി പോവാതിരിക്കാൻ നല്ല കട്ടിയായിട്ടുള്ള ഫിൽറ്റർ പേപ്പർ ആവാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോമാൽഡിഹൈഡിൽ മുക്കുന്നത്. അങ്ങനെ മുക്കിയ ഫിൽറ്റർ പേപ്പറിനെയാണ് നമ്മൾ അൾട്രാ ഫിൽറ്റർ പേപ്പർ എന്ന് വിളിക്കുന്നത്. ഇതാണ് അൾട്രാ ഫിൽറ്റർ പേപ്പർ. അതായത് ഫിൽറ്റർ പേപ്പറിന്റെ എഫിഷ്യൻസി കുറച്ചും കൂടെ കൂടി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ കൊളോഡിയൻ സൊല്യൂഷനിൽ മുക്കിയിട്ട് ഫോമാൽഡിഹൈഡിലേക്ക് ഒന്നോടെ മുക്കി കഴിയുമ്പോഴത്തേക്കും ഫിൽറ്റർ പേപ്പർ എന്തായിട്ട് മാറും? അൾട്രാ ഫിൽറ്റർ പേപ്പർ ആയിട്ട് മാറും. ഈ അൾട്രാ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് നിങ്ങൾ കൊളോയിഡിനെ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ
കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഒക്കെ ആ ഫിൽട്ടർ പേപ്പറിൽ നിൽക്കുകയും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ താഴത്തോട്ട് പോരുകയും ചെയ്യും. കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഒക്കെ എന്ത് ചെയ്യും? അവിടെ നിന്നോളും, ഇമ്പ്യൂരിറ്റീസ് ഒക്കെ താഴത്തോട്ട് പോകുന്നുള്ളൂ. സോ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊളോയിഡിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അത്രേ ഉള്ളൂ. ഇതിനെയാണ് അൾട്രാ ഫിൽട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒന്നോടെ പറയാം, ശ്രദ്ധിച്ച് കേട്ടോളുക. അതായത് സാധാരണ ഒരു ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് നിങ്ങൾ കൊളോയിഡിനെ ഫിൽട്ടർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊളോയിഡിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കൊളോയിഡിനെ ഇമ്പ്യൂരിറ്റീസിൽ നിന്ന് വേർതിരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം? സാധാരണ ഫിൽട്ടർ പേപ്പർ മതിയാവില്ല എന്ന് മനസ്സിലായല്ലോ. അപ്പൊ സാധാരണ ഫിൽട്ടർ പേപ്പറിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അൾട്രാ ഫിൽട്ടർ പേപ്പർ ആക്കി മാറ്റണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സാധാരണ ഫിൽട്ടർ പേപ്പറിനെ എടുത്തിട്ട് ആദ്യം കൊളോഡിയൻ സൊല്യൂഷനിൽ മുക്കുക, എന്നിട്ട് അതിനെ ഫോർമാൽഡിഹൈഡ് സൊല്യൂഷനിൽ ഒന്നോടെ മുക്കുക, എന്നിട്ട് അത് സൂര്യപ്രകാശത്തിൽ വെച്ച് ഡ്രൈ ചെയ്യുക. അതിങ്ങനെ ഉണ്ട് കേട്ടോ, അങ്ങനെ ഒരു പരിപാടി ഇങ്ങനെ ഉണ്ട്. ഈ രണ്ട് സൊല്യൂഷനിൽ മുക്കിയതിനു ശേഷം കുറച്ചു നേരം സൺലൈറ്റിൽ വെച്ച് ഡ്രൈ ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? അൾട്രാ ഫിൽട്ടർ പേപ്പർ കിട്ടി. ഈ അൾട്രാ ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് നിങ്ങൾ കൊളോയിഡിനെ അരിച്ചു കഴിഞ്ഞാൽ, കൊളോയിഡൽ സൊല്യൂഷൻ അരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പ്യൂരിറ്റീസിനെയും കൊളോയിഡിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത്രേ ഉള്ളൂ. ഇതിനെയാണ് നിങ്ങൾ അൾട്രാ ഫിൽട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? എനി ഡൗട്ട്സ്? അൾട്രാ ഫിൽട്രേഷൻ എന്തെങ്കിലും സംശയം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ മുദ്ദസർ ഒന്ന് വായിച്ച അൾട്രാ ഫിൽട്രേഷൻ. Ultrafiltration is the process of separating the colloidal particles from the solvent and soluble solute present in the colloidal solution by specially prepared filters, which are permeable to all substance except the colloidal particles. Colloidal particles can be pass ordinary filter paper because the pores are too large. However, the pores of filter paper can be reduced in size by impregnating with a collodion solution to stop the flow of colloidal particles. The usual collodion is 4% solution of nitrocellulose in a mixture of alcohol and ether. An ultra-filter paper may be prepared by soaking the filter paper in the colloidal solution, hardening by formaldehyde, and then finally drying it. Thus, by using ultra-filter paper, the colloidal particles are separated from the rest of the materials. Ultrafiltration. അത്രയും കാര്യമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ അത് ഇച്ചിരിയോടെ ചെറുതാക്കി ഞാൻ ആ നോട്ടിൽ എഴുതിയിട്ടുണ്ട്, അത് നോക്കി പഠിക്കുക. അപ്പൊ ഈ 3 പ്രിപ്പറേഷൻ മെത്തേഡും 3 പ്യൂരിഫിക്കേഷൻ മെത്തേഡും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചേക്കും. ഈ 6 മെത്തേഡുകൾ 2 മിനിറ്റ് സമയം തരാം. എവിടെയെങ്കിലും ഏതെങ്കിലും പോയിന്റ് അറിയാം സംശയം ഉണ്ട്, മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുക. കുറച്ചു പേരുടെ വീഡിയോ വീണ്ടും ഓഫ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പിമോള്, ഭീമ, ശരി. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. സംശയമൊന്നും ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ്. ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ്. കൊളോയിഡിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്. നമ്മൾ പ്രിപ്പറേഷൻ കഴിഞ്ഞു, പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞു, ഇനി നമ്മൾ പ്രോപ്പർട്ടീസിലേക്ക് പോവാണ്. നെക്സ്റ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ്. അല്ലെങ്കിൽ കൊളോയിഡൽ സൊല്യൂഷൻസ്. പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻസ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി, എല്ലാവരും ഇപ്പൊ തൽക്കാലം പുസ്തകം അടച്ചു വെച്ചോട്ടോ. പുസ്തകം അടച്ചോ, പുസ്തകം നോക്കി പറയണ്ട, പുസ്തകം അടച്ചോ, ഞാൻ പറയുമ്പോ തുറന്നാൽ മതി. ഇതിന്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് ഉദ്ദേശിക്കുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? റൂബി, അസ്ലം, മുബൈദ്, അസ്ലം, മുബൈദ്, അസ്ലം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഒരു സെക്കൻഡ് കേട്ടോ. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ട് നിങ്ങൾ കേട്ട്, ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ട് നിങ്ങൾ ചോദ്യമൊക്കെ കേട്ടു എന്ന് എനിക്ക് മനസ്സിലായി. ചുമ്മാ റെസ്പോണ്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയുള്ളവരെ ഞാൻ റിമൂവ് ചെയ്യാൻ വിളിച്ചു പറയും ഓഫീസിലേക്ക്. അസ്ലം, ഞാൻ ചോദിച്ചതൊക്കെ കേട്ടല്ലോ അല്ലേ? ഞാൻ ചോദിച്ചത് കേട്ടു, റെസ്പോണ്ട് ചെയ്യാൻ താല്പര്യമില്ല, അതല്ലേ കാര്യം? ഓക്കെ, ഇപ്പൊ തൽക്കാലം അവിടെ ഇരിക്കട്ടെ. അപ്പൊ എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? ആർക്കെങ്കിലും പറയാമോ? എനിബഡി? ആൻമേരി? സാർ അറിയില്ല. അറിയില്ല. ഓക്കെ, അറിയില്ലെങ്കിൽ അറിയില്ല. അറിയില്ലെങ്കിൽ അറിയില്ലാന്നെങ്കിലും പറയണം കേട്ടോ. ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് ശരിയല്ല. ദാറ്റ്സ് എ ബാഡ് ഹാബിറ്റ്. അത് പഠിപ്പിക്കുന്ന ആളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഞാനിപ്പോ 3 പ്രാവശ്യം ചോദിച്ചു അസ്ലമിനോട്, ഞാൻ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ഐഷ, എന്നെയൊക്കെ അറിയോ? അറിയില്ല. അറിയില്ല. ഇപ്പൊ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താന്ന് ഞാൻ പറയാം. അതായത് ഒരു സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. The properties which depends on the number of particles എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ഒരു സൊല്യൂഷനിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുതലാണെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂം കൂടുതലായിരിക്കും. എന്നാൽ ഒരു സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറവാണെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂം കുറവായിരിക്കും. നിങ്ങൾ ഈ 4 പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? 4 വേപ്പർ പ്രഷർ അല്ലെ, ഡിപ്രഷൻ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ഓസ്മോട്ടിക് പ്രഷർ, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്. ഈ 4 എന്ത് പറയുന്നത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്.
ഈ 4ഉം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ സൊല്യൂഷൻ. സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുന്നതിനോ കുറയുന്നതിനോ അനുസരിച്ച് ഈ പ്രോപ്പർട്ടീസിനും വേരിയേഷൻ സംഭവിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൊളോയിഡൽ സൊല്യൂഷന്റെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് എന്റെ ചോദ്യം. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പോവാന്ന് നോക്കിക്കോ. ഞാൻ 2 ബീക്കർ എടുത്തു. അതിൻ്റെ അകത്ത് ആദ്യത്തെ ബീക്കറിൽ ഞാൻ എന്ത് ചെയ്തു? 100 ml 100 ml ട്രൂ സൊല്യൂഷൻ എടുത്തു. എന്തെടുത്തു? ട്രൂ സൊല്യൂഷൻ. അടുത്ത ബീക്കറിൽ ഞാൻ എന്തെടുത്തു? ഒരു 100 ml, കറക്റ്റ് 100 ml തന്നെ എന്തെടുത്തു? കൊളോയിഡ് എടുത്തു. 100 ml കൊളോയിഡൽ സൊല്യൂഷൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ഇപ്പൊ രണ്ടിന്റെ അളവ് തുല്യമാണല്ലോ. ആദ്യത്തേല് 100 ml കൊളോയിഡൽ സൊല്യൂഷനും രണ്ടാമത്തേല് 100 ml ട്രൂ സൊല്യൂഷനുമാണ് എടുത്തേക്കുന്നത്. ഇപ്പൊ രണ്ടിന്റെയും അളവ് തുല്യമാണ്. എന്റെ ചോദ്യം, ഈ രണ്ടെണ്ണത്തിലും ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എവിടെയായിരിക്കും? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുതൽ എവിടെയാണ്? പറയാമോ? എവിടെയായിരിക്കും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്? അമുദ്ദസർ പറഞ്ഞോളൂ. കൊളോയിഡ്സിലല്ലേ? എന്തുകൊണ്ട്? അവിടെ കൊളോയിഡൽ പാർട്ടിക്കിൾസും കൂടെ ഉണ്ടല്ലോ. കൊളോയിഡൽ പാർട്ടിക്കിൾസ് കൂടി ഉണ്ടല്ലോ എന്ന്, അതായത് ഡിസ്പേഷൻ മീഡിയ അല്ലാണ്ട് ഡിസ്പേഷൻ ഫേസും കൂടെ ഉണ്ടല്ലോ. അതിപ്പോ ട്രൂ സൊല്യൂഷൻ ആണെങ്കിലും അവിടെ സോൾവെന്റും സൊല്യൂട്ടും ഉണ്ടാവില്ലേ? പഞ്ചസാര വെള്ളം എന്ന് പറയുമ്പോൾ പഞ്ചസാരയും വെള്ളം ഉണ്ടാവില്ലേ? കൊളോയിഡൽ സൊല്യൂഷൻ ആകുമ്പോഴും അവിടെ സോൾവെന്റ് സൊല്യൂട്ടും ഉണ്ടാവും. അതിന് നമ്മൾ ഡിസ്പെർഷൻ മീഡിയം ഡിസ്പെർസീവ് ഫേസ് എന്ന് വിളിക്കുന്നതേ ഉള്ളൂ. ഞാൻ ചോദിച്ചത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുതൽ എവിടെയായിരിക്കുന്നത്? ട്രൂ സൊല്യൂഷനിലായിരിക്കോ കൊളോയിഡിലായിരിക്കോ? എവിടെയായിരിക്കും? ആലിയക്ക് പറയാമോ? ആലിയ ആലിയ കൊളോയിഡിലായിരിക്കും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. നിങ്ങൾ കുറച്ചുകൂടെ ചിന്തിച്ച് നോക്കി, കൊളോയിഡിലായിരിക്കുമോ എന്ന്. ഞാൻ പറയുന്നു ട്രൂ സൊല്യൂഷനിലായിരിക്കും എന്ന്. എന്തുകൊണ്ടായിരിക്കും? സലാവുദ്ദീൻ. സാർ, ട്രൂ സൊല്യൂഷനിലെ പാർട്ടിക്കിൾസ് കുറച്ചും കൂടി ചെറുതല്ലേ? അപ്പൊ അത്രയും മാസിൽ വരുമ്പോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അതാണ് കാരണം. അതായത് ട്രൂ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ പാർട്ടിക്കിൾസിന്റെ സൈസ് വളരെ കുറവല്ലേ? അപ്പൊ ചെറിയ പാർട്ടിക്കിൾ ആണെങ്കിൽ അതിന് എന്തോരം വേണമെങ്കിലും നിൽക്കാൻ പാടില്ലേ? ചെറിയ പാർട്ടിക്കിൾ ആകുമ്പോൾ ഇഷ്ടംപോലെ പാർട്ടിക്കിൾസ് എന്തെങ്കിലും നിൽക്കാനായിട്ട് സാധിക്കും. രണ്ടിന്റെ അളവ് തുല്യല്ലേ? 100 ml അല്ലേ രണ്ടും? അപ്പൊ ഇതിനകത്ത് ചെറിയ പാർട്ടിക്കിൾസ് ആകുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും. കുറച്ചുകൂടെ വലിയ പാർട്ടിക്കിൾ ആകുമ്പോൾ അത്രയും നിൽക്കാനുള്ള സ്ഥലം ഉണ്ടോ? ആ ചെറിയ പാർട്ടിക്കിളിന്റെ അത്രയും നിൽക്കാനുള്ള സ്ഥലം ഉണ്ടോ? കാരണം കറക്റ്റ് 100 ml അല്ലേ അവിടെ ഉള്ളൂ. അപ്പൊ അതായത് അവിടെ സൈസ് കൂടുതലാണ്. കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ സൈസ് കൂടുതലായതുകൊണ്ട് അതിന്റെ എണ്ണം കുറവായിരിക്കും. അതിന്റെ എണ്ണം കുറവ്. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യമൊക്കെ 2 ബെഞ്ച് ഇട്ടേക്ക് വാങ്ങിയായിരിക്കുക, ഒരേ വലിപ്പമുള്ള 2 ബെഞ്ച്. എന്നിട്ട് നിങ്ങളോട് ഇരിക്കാൻ പറയുകയാണ്. തീരെ മെലിഞ്ഞ പിള്ളേരാണെങ്കിൽ കൂടുതൽ പിള്ളേർക്ക് ഇരിക്കാൻ പറ്റും. നല്ല വണ്ണമുള്ള അചാനബാഹുക്കളായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ 2 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ? സൈസ് കൂടുതലാണ്. സൈസ് കൂടുതലുള്ളപ്പോൾ ആൾക്കാരുടെ എണ്ണം കുറയും. കാരണം ഒരു ബെഞ്ചിന്റെ സൈസ് സെയിം ആണ്. വലിയ ആൾക്കാർ ഇരിക്കുമ്പോൾ 2 പേർക്കേ ഇരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ബസ്സിന്റെ സീറ്റ് തന്നെ എടുക്കുക. ബസ്സിന്റെ സീറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞു പിള്ളേരെ ഇരിക്കണമെങ്കിൽ 1 വയസ്സുള്ള പിള്ളേര് അല്ലെങ്കിൽ 3 വയസ്സുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ ഒരു 2-3 എണ്ണത്തിനെയൊക്കെ ആ സീറ്റിൽ ഇരുത്താൻ പറ്റും. നേരെ കുറച്ച് വലിയ ചേച്ചിമാരോ ചേട്ടന്മാരോ ഒക്കെ ചെന്നിട്ട് 3 പേർക്ക് ഇരിക്കാൻ പറ്റുമോ? ബസ്സിന്റെ സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല. കാരണം എന്താ? അവരുടെ സൈസ് കൂടുതലാണ്. സൈസ് കൂടുമ്പോൾ എണ്ണം കുറയും. അപ്പൊ അതായത് കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ സൈസ് കൂടുതലായതുകൊണ്ട് അതിന്റെ എണ്ണം കുറവായിരിക്കും. അതായത് ആ സൊല്യൂഷനിലുള്ള എണ്ണം കുറവായിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കൊളോയിഡൽ സൊല്യൂഷന്റെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ വാല്യൂവും കുറവായിരിക്കും. കാരണം എന്താ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പൊ എണ്ണം കുറവാണെങ്കിൽ, അത് പാർട്ടിക്കിളിന്റെ എണ്ണം കുറവാണെങ്കിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ വാല്യൂവും കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ ഓസ്മോട്ടിക് പ്രഷർ എടുക്കുകയാണെങ്കിൽ കൊളോയിഡിന്റെ ഓസ്മോട്ടിക് പ്രഷർ കുറവായിരിക്കും. കാരണം ഓസ്മോട്ടിക് പ്രഷർ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂ എവിടെ കുറവായിരിക്കും? കൊളോയിഡിന് കുറവായിരിക്കും. ട്രൂ സൊല്യൂഷന് കൂടുതലായിരിക്കും. ഇനി മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റും എവിടെയായിരിക്കും? കൊളോയിഡിന് കുറവായിരിക്കും. ട്രൂ സൊല്യൂഷന് കൂടുതലായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പൊ കൊളോയിഡിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറവായതുകൊണ്ട് അതിന്റെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ വാല്യൂ കുറവായിരിക്കും. ആണ് അതിന്റെ ആൻസർ. പിന്നെ എന്തെങ്കിലും മനസ്സിലാവാത്തയുണ്ടോ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്
അങ്ങനെയാണെങ്കിൽ അതൊന്ന് വായിക്കണമല്ലോ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആരാ വായിക്കുന്നത്? മുദ്ദസർ തന്നെ വായിച്ച്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പുസ്തകത്തില് Various properties exhibited by colloidal solution are described below. First one, colligative property. Colloidal particles being bigger aggregates, the number of particles in colloidal solution is comparatively small as compared to true solution. Hence, the value of colligative properties, osmotic pressure, lowering in vapor pressure, depression in freezing point, and elevation in boiling point, are of small order as compared to the values shown by true solution at small concentrations. At same concentrations. അപ്പൊ ഇത്രയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറവായതുകൊണ്ട് അതിന്റെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ വാല്യൂ കുറവായിരിക്കും. ഇത്രേ ഉള്ളൂ ആണ് നിങ്ങൾ പഠിക്കേണ്ടത് കൊളോയിഡൽ സൊല്യൂഷന്റെ കേസിൽ. എന്നാൽ ട്രൂ സൊല്യൂഷന്റെ കേസിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുതലായതുകൊണ്ട് അവിടുത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോവാണ്. നെക്സ്റ്റ് വൺ ഈസ് രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ടിൻഡൽ എഫക്റ്റ്. ടിൻഡൽ എഫക്റ്റ്. ടിൻഡൽ എഫക്റ്റ് ടിൻഡൽ എഫക്റ്റിന് വേണ്ടി ഞാൻ എടുക്കുന്നത് ഒരു ബീക്കർ എടുക്കുക. ഈ ബീക്കറിലേക്ക് ഞാൻ എന്തെടുത്തു? ഒരു ട്രൂ സൊല്യൂഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. എന്താണ് എടുത്തത്? ഒരു ട്രൂ സൊല്യൂഷൻ. ഇതൊരു ട്രൂ സൊല്യൂഷൻ ആണ്. ട്രൂ സൊല്യൂഷൻ. ഈ ട്രൂ സൊല്യൂഷൻ ഉള്ള ബീക്കറിനെ ഞാനൊരു ഇരുട്ട് മുറിയിൽ കൊണ്ടുവച്ചു എന്ന് വിചാരിക്കുക. എന്താ ചെയ്തത്? ഒരു ഇരുട്ട് മുറി, ഡാർക്ക് റൂമിൽ കൊണ്ടുവന്ന് ഞാൻ ഈ സൊല്യൂഷനെ കൊണ്ടുവച്ചു. അപ്പൊ ഈ ബീക്കറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ബീക്കറാണ്. പ്ലാസ്റ്റിക് ബീക്കർ ഒന്നുമല്ല, ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ബീക്കറിലാണ് ഞാൻ എന്തെടുത്തിരിക്കുന്നത്? ഈ ട്രൂ സൊല്യൂഷൻ എടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യം മനസ്സിലായോ? ആദ്യം നമ്മളൊരു ബീക്കർ എടുക്കുക. എന്തുകൊണ്ട് ഉണ്ടാക്കിയ ബീക്കർ? ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ബീക്കർ. ആ ബീക്കറിൽ നമ്മൾ എന്തെടുത്തു? ട്രൂ സൊല്യൂഷൻ എടുത്തു. ആ ട്രൂ സൊല്യൂഷനിൽ അടങ്ങുന്ന ബീക്കറിനെ നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കണം? ഒരു ഇരുട്ട് മുറിയിൽ കൊണ്ടുവയ്ക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഒരു ടോർച്ച് ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ലൈറ്റ് ബീം പാസ് ചെയ്യുക. ഇതിന്റെ അകത്തേക്ക് എന്ത് ചെയ്യുക? ഒരു ലൈറ്റ് ബീം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ നിന്ന് നമ്മൾ ഒരു ലൈറ്റ് ബീം ഇതിന്റെ അകത്തേക്ക് ഇങ്ങനെ പാസ് ചെയ്യുക. ഒരു ബീം ഓഫ് ലൈറ്റ് നമ്മൾ പാസ് ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അപ്പൊ ഈ ലൈറ്റ് ഇതിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകില്ലേ? ഈ സൊല്യൂഷന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകും. എന്നിട്ട് നമ്മൾ ഈ ബീക്കറിന്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ ആ സൊല്യൂഷനെ നോക്കി. എന്ത് ചെയ്തു? ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് ബീം പാസ് ചെയ്തു. എന്നിട്ട് ബീക്കറിന്റെ അപ്പുറത്തെ സൈഡിൽ വന്നിട്ട് നമ്മൾ ആ സൊല്യൂഷന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ നോക്കി. അപ്പൊ നമുക്ക് എന്തെന്ന് കാണാൻ പറ്റി? ആ സൊല്യൂഷൻ വളരെ ക്ലിയർ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് കാണപ്പെട്ടു. എന്താണ്? സൊല്യൂഷൻ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണപ്പെട്ടു. ക്ലിയർ സൊല്യൂഷൻ അങ്ങനെയായിരിക്കും നമ്മൾ കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോട്ടത്തിന്റെ ഡയറക്ഷൻ ഒന്ന് മാറ്റി. ഇവിടെ നിന്ന് നോക്കുന്നതിന് പകരം നമ്മൾ ആ സൊല്യൂഷന്റെ മോളിൽ നിന്നൊന്ന് നോക്കി. എന്ത് ചെയ്തു? സൊല്യൂഷന്റെ മേളിൽ നിന്ന്, റൈറ്റ് ആംഗിൾസിൽ നിന്ന് 90 ഡിഗ്രി മേളിൽ നിന്ന് നമ്മൾ ആ ബീക്കറിന്റെ താഴത്തേക്ക് ഇങ്ങനെ നോക്കി. അങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സൊല്യൂഷൻ വളരെ ഡാർക്ക് ആയിട്ട് ഫീൽ ചെയ്തു. എങ്ങനെ? സൊല്യൂഷൻ വളരെ ഒപ്പൈക്ക് ആയിട്ട്, അതായത് ഡാർക്ക് ആയിട്ട് ഫീൽ ചെയ്തു. എന്തായിരിക്കും ഇതിന്റെ കാരണം? ഇതാണ് എന്റെ ചോദ്യം. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഫീൽ ചെയ്യാൻ കാരണം? മേളിൽ നിന്ന് നോക്കിയപ്പോ ഡാർക്കും സൈഡിൽ നിന്ന് നോക്കിയപ്പോ ക്ലിയർ സൊല്യൂഷനുമായിട്ട് തോന്നാനുള്ള കാരണം എന്താണ്? നിങ്ങൾക്ക് പറയാമോ? ട്രൂ സൊല്യൂഷൻ ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫീൽ ചെയ്യാനുള്ള കാരണം? ഫാത്തിമ, സനം പറയാമോ എന്തുകൊണ്ടായിരിക്കും എന്ന്? മോളിക്യൂൾസ് ഈ ടിൻഡൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അല്ല, ടിൻഡൽ എഫക്റ്റിലേക്കൊന്നും പോണ്ട. ടിൻഡൽ എഫക്റ്റിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. ഇപ്പൊ ഞാൻ ഈ ചോദിച്ചതിന്റെ ആൻസർ പറഞ്ഞാൽ മതി. എന്തുകൊണ്ട് മേളിൽ നിന്ന് നോക്കിയപ്പോ ഡാർക്ക് ആയിട്ട് ഫീൽ ചെയ്തു, സൈഡിൽ നിന്ന് നോക്കിയപ്പോ ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്തു? അത്രയും പറഞ്ഞാൽ മതി. അറിയില്ല സാർ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഫാത്തിമ സനത്തിനെ ഞാൻ കൊണ്ടുവന്ന ഒരു ഇരുട്ട് മുറിയിൽ നിർത്തി എന്ന് വിചാരിക്കുക. ഒരു ഇരുട്ട് മുറി കൊണ്ട് നിർത്തി. അങ്ങനെയാണെങ്കിൽ ഫാത്തിമ സനത്തിനെ എനിക്ക് കാണാൻ പറ്റുമോ? ഞാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കാണാൻ പറ്റില്ല? ഫാത്തിമ സന മുറിയിലുണ്ടല്ലോ, എന്നിട്ടും എന്തുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല? ലൈറ്റ് ഇല്ലാത്തോണ്ടെന്ന് നമുക്കൊരു 7ാം ക്ലാസ് വരെ പറയാം. +2 പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. ഇച്ചിരോടെ
ഇച്ചിരൂടെ അപ്ഗ്രേഡ് ചെയ്യൂ ആൻസർ. എന്തുകൊണ്ട് ഫാത്തിമ സാനത്തിനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല? ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടെന്നുള്ളത് ഒരു വളരെ സിമ്പിൾ ഉത്തരവാണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദ്യം വെച്ചോടെ ലൈറ്റ് ഉള്ളത് കൊണ്ട് എന്തുകൊണ്ട് ഫാത്തിമ സനത്തിനെ എനിക്ക് കാണാൻ പറ്റുന്നു? അതിന് ഉത്തരം പറഞ്ഞാലും മതി. ലൈറ്റ് ഇടുമ്പോൾ എന്തുകൊണ്ട് ഫാത്തിമ സനത്തിനെ ഞാൻ കാണുന്നു, ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഫാത്തിമ സനത്തിനെ ഞാൻ എന്തുകൊണ്ട് കാണുന്നില്ല? എന്നാ പറയൂ. ലൈറ്റ് മോളിക്യൂൾസിൽ വന്ന് അതായത് ലൈറ്റിൽ നിന്നുള്ള പ്രകാശരശ്മികള് ഫാത്തിമ സനത്തിന്റെ മുഖത്ത് വന്ന് തട്ടിയിട്ട് അത് റിഫ്ലക്ട് ചെയ്ത് എന്റെ കണ്ണിൽ വന്ന് പതിക്കുമ്പോഴാണ് ഞാൻ ഫാത്തിമ സനത്തിനെ കാണുന്നത്. ഫിസിക്സിൽ പഠിച്ചിട്ടില്ലേ ഇത്? പഠിച്ചിട്ടില്ലേ? ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ പ്രകാശരശ്മികള് ഫാത്തിമ സനത്തിന്റെ മേളിൽ വന്ന് തട്ടുന്നില്ലാത്തത് കൊണ്ട് അത് എന്റെ കണ്ണിലോട്ടും വരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഫാത്തിമ സനത്തിനെ കാണാൻ പറ്റുന്നില്ല. ഇതാണ് കാരണം. അതായത് പ്രകാശരശ്മികള് ഒരു വസ്തുവിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് എന്റെ കണ്ണിലേക്ക് വന്നാൽ മാത്രമേ എനിക്ക് ആ വസ്തുവിനെ കാണാൻ പറ്റുള്ളൂ. എന്റെ കണ്ണിലേക്ക് പ്രകാശരശ്മി വരുന്നില്ലെങ്കിൽ എനിക്ക് ആ വസ്തുവിനെ കാണാൻ പറ്റില്ല. ഇങ്ങനെ ഈ ലോജിക്ക് വെച്ച് ഈ സാധനത്തിന്റെ ഉത്തരം പറയാമോ? അതാണ് എന്റെ ചോദ്യം. എന്തുകൊണ്ട് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ സൊല്യൂഷനെ ഡാർക്കായിട്ട് കാണപ്പെടുന്നു? അതാണ് ചോദ്യം. അതിന്റെ അർത്ഥം എന്താ? ഡാർക്കായിട്ട് കാണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ എന്ത് മനസ്സിലാക്കിക്കൊള്ളണം? നിങ്ങളുടെ കണ്ണിലേക്ക് പ്രകാശരശ്മി വരുന്നില്ല. അതാണ് കാരണം. എന്തുകൊണ്ട് വരുന്നില്ല? എന്തുകൊണ്ട് വരുന്നില്ല? സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുന്ന കാരണം കൊണ്ടാണോ? അല്ല, സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നതുകൊണ്ടല്ല. ലൈറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നോണ്ടാണ്. ലൈറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന പറഞ്ഞാലും ഒരു വസ്തുവിൽ തട്ട് റിഫ്ലക്ട് ചെയ്യാലോ. അതായത് പറഞ്ഞ് മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ ഈ ബീക്കറിൽ ഇങ്ങനെ ഒരു വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തുവിൽ ഈ ലൈറ്റിനെ തട്ടിയിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് റിഫ്ലക്ട് ചെയ്യാൻ പാടില്ലേ? അതിനെന്താ പ്രശ്നം? അപ്പോഴും സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയല്ലേ ട്രാവൽ ചെയ്യുന്നത്. അല്ല, ഈ കേസിൽ റിഫ്ലക്ട് ചെയ്യുന്നില്ലാത്തോണ്ട് എന്തുകൊണ്ട് റിഫ്ലക്ട് ചെയ്യില്ല? അതാണ് എന്റെ ചോദ്യം. ലൈറ്റ് ഒത്തിരി സ്കാറ്റർ ചെയ്ത് പോകാത്തതുകൊണ്ടാണോ? എന്തുകൊണ്ട് സ്കാറ്റർ ചെയ്ത് പോകുന്നില്ല? അതാണ് എന്റെ ചോദ്യം. അത് തന്നെയാണ് കാരണം. പാർട്ടിക്കിൾസിന്റെ സൈസ് വളരെ കുറവാണ്. കാരണം അതൊരു ട്രൂ സൊല്യൂഷൻ ആണ്. ട്രൂ സൊല്യൂഷന്റെ പാർട്ടിക്കിളിന്റെ സൈസ് വളരെ കുറവാണ്. അപ്പൊ അത്രയും ചെറിയൊരു പാർട്ടിക്കിളിൽ ലൈറ്റ് വന്ന് തട്ടിയാൽ ആ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യില്ല. ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാനുള്ള കഴിവ് ആർക്കില്ല? ട്രൂ സൊല്യൂഷനിലുള്ള പാർട്ടിക്കിൾസിന് ഇല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ലൈറ്റ് ആ സൊല്യൂഷനിൽ കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പാസ് ചെയ്യുള്ളൂ. അല്ലാണ്ട് തട്ടിയിട്ട് എങ്ങോട്ടേക്കും സ്കാറ്റർ ചെയ്യൊന്നുമില്ല. അങ്ങനെ സ്കാറ്റർ ചെയ്താൽ മാത്രമേ അത് എന്റെ കണ്ണിലേക്ക് വരുള്ളൂ. അതായത് ഞാൻ മേളിൽ നിന്ന് നോക്കുമ്പോൾ എന്റെ കണ്ണിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് സ്കാറ്റർ ചെയ്ത് മേളിലോട്ട് വരണം. പക്ഷെ അങ്ങനെ സ്കാറ്റർ ചെയ്യാനുള്ള കഴിവ് ആർക്കില്ല? ട്രൂ സൊല്യൂഷനിലുള്ള പാർട്ടിക്കിൾസിന് ഇല്ല. കാരണം അത്രയും ചെറിയ പാർട്ടിക്കിളാണ്. അപ്പൊ ആ ചെറിയ പാർട്ടിക്കിൾ തട്ടിയിട്ട് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യില്ല. So there won't be any light when you are watching from the upper side of the beaker. ബീക്കറിന്റെ മുകളിൽ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഒരു ലൈറ്റും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഡാർക്ക് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് സൊല്യൂഷൻ നല്ല ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്യും. കാരണം നിങ്ങളുടെ കണ്ണിലേക്ക് മൊത്തം ലൈറ്റും വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സൊല്യൂഷനെ ക്ലിയർ ആയിട്ട്. ഇതിനെ അല്ല ടിൻഡൽ എഫക്ട് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇതല്ല ടിൻഡൽ എഫക്ട്. അപ്പൊ ട്രൂ സൊല്യൂഷനിൽ ടിൻഡൽ എഫക്ട് ഇല്ല. അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ദർ ഈസ് നോ ടിൻഡൽ എഫക്ട് ഫോർ ട്രൂ സൊല്യൂഷൻ. ട്രൂ സൊല്യൂഷനിൽ ടിൻഡൽ എഫക്ട് ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ടിൻഡൽ എഫക്ട്? അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വേറൊരു ബീക്കർ എടുക്കുന്നു. ആ ബീക്കറിൽ എടുത്തിരിക്കുന്ന സൊല്യൂഷന്റെ പേരാണ് എന്താണ്? നമ്മുടെ സൊല്യൂഷൻ ആരാണ്? കൊളോയിഡ്. നമ്മൾ കൊളോയിഡൽ സൊല്യൂഷൻ ആണ് ഇനി എടുക്കുന്നത്. ട്രൂ സൊല്യൂഷന് പകരം നമ്മൾ എന്തെടുത്തു? കൊളോയിഡൽ സൊല്യൂഷൻ എടുത്തു. എന്നിട്ട് ആദ്യത്തെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന്, ഇതാണ് ലൈറ്റ് സോഴ്സ്, നമ്മളൊരു ബീം ഓഫ് ലൈറ്റ് പാസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ബീക്കറിന്റെ ഇപ്പുറത്തെ സൈഡിൽ വന്ന് നിന്ന് നോക്കി. ബീക്കറിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്ന് നിന്ന് നോക്കി. അപ്പൊ നമുക്ക് ഈ സൊല്യൂഷൻ ട്രാൻസ്ലൂസന്റ് ആയിട്ട് ഫീൽ ചെയ്തു. എന്താണ് ട്രാൻസ്ലൂസന്റ്? മൊത്തം ട്രാൻസ്പെറന്റ് അല്ല, ഒരു സെമി ട്രാൻസ്ലൂസന്റ് ആയിട്ട് ഫീൽ ചെയ്തു. ഇനി ഞാൻ മേളിൽ നിന്ന് വന്ന് നോക്കി എന്ന് വിചാരിക്കുക. ഈ സൊല്യൂഷന്റെ മേളിൽ നിന്ന് ഇവിടെ നിന്ന് വന്ന് നോക്കി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ലൈറ്റ് പാസ് ചെയ്യുന്ന ആ പാത്ത് എനിക്കിത് ഇതുപോലെ കാണപ്പെട്ടു. ഇതുപോലെ ഒരു കോണാകൃതിയിൽ
ഒരു കോൺ ഷേപ്പിൽ ലൈറ്റ് പാസ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. എങ്ങനെ? മേളിൽ നിന്ന് നോക്കിയപ്പോ എനിക്ക് എന്ത് തോന്നി? ലൈറ്റ് ഇങ്ങനെ ഒരു കോൺ ഷേപ്പിൽ ആ സൊല്യൂഷന്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. എന്തുകൊണ്ട് അങ്ങനെ തോന്നി? ഇതാണ് എന്നെ അടുത്ത ചോദ്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്? മുദ്ദസിർ, എന്താ ഇങ്ങനെ തോന്നുന്നത്? അത് പാർട്ടിക്കിൾസ്, കൊളോയിഡിലെ പാർട്ടിക്കിൾസ് തട്ടി ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് കൊളോയിഡിന്റെ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സൈസ് ഉള്ള പാർട്ടിക്കിളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സൈസ് ഉള്ള പാർട്ടിക്കിളിൽ ഈ പറയുന്ന ലൈറ്റ് തട്ടിക്കഴിയുമ്പോൾ അത് സ്കാറ്റർ ചെയ്യും, പല ഡയറക്ഷനിലേക്ക് സ്കാറ്റർ ചെയ്യും. അങ്ങനെ പല ഡയറക്ഷനിലേക്ക് സ്കാറ്റർ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് നമുക്ക് ആ കോൺ ഷേപ്പിൽ നമുക്ക് ഈ പറയുന്ന ലൈറ്റിനെ കാണാൻ സാധിക്കുന്നത്. ഞാനിങ്ങനെ മുകളിൽ നിന്ന്, ബീക്കറിന്റെ മുകളിൽ നിന്ന് നോക്കിയാലും എന്റെ കണ്ണിലേക്ക് ലൈറ്റ് വരും. കാരണം എന്താ? സ്കാറ്റർ ചെയ്ത് കുറെ ലൈറ്റ് ഒക്കെ എന്റെ കണ്ണിലേക്കും വരും. അപ്പൊ എനിക്ക് സുഖമായിട്ട് ആ ലൈറ്റിന്റെ പാത്ത് കാണാനായിട്ട് സാധിക്കും. ലൈറ്റ് പോകുന്ന വഴി ഏതാണെന്ന് എനിക്ക് നല്ല കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടിൻഡൽ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഈസ് കോൾഡ് ടിൻഡൽ എഫക്റ്റ്. അപ്പൊ ലൈറ്റ് കൊളോയിഡൽ പാർട്ടിക്കിളിൽ തട്ടി സ്കാറ്റർ ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടിൻഡൽ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. സോ ദിസ് പ്രോസസ് ഈസ് കോൾഡ് ടിൻഡൽ എഫക്റ്റ്. ഇനി ആ ലൈറ്റിന്റെ പാത്ത് ഉണ്ടല്ലോ, ആ കോൺ ഷേപ്പിലുള്ള പാത്ത്, ആ വഴീനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടിൻഡൽ കോൺ എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? ടിൻഡൽ കോൺ എന്നാണ് അതിനെ വിളിക്കുന്നത്. ടിൻഡൽ കോൺ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ ടിൻഡൽ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താ ടിൻഡൽ എഫക്റ്റ്? നമുക്ക് ഒന്നോടെ പറഞ്ഞു നോക്കാം. എന്താണ്? നമ്മൾ ആദ്യം ബീക്കറിൽ എടുത്തത് എന്താണ്? ട്രൂ സൊല്യൂഷൻ ആണ് എടുത്തത്. ആ ട്രൂ സൊല്യൂഷനേക്കൂടെ നമ്മൾ ഒരു ലൈറ്റ് ബീം പാസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ബീക്കറിന്റെ ഇപ്പുറത്തെ സൈഡിൽ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ആ സൊല്യൂഷൻ വളരെ ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്തു. എന്നാൽ നമ്മൾ ആ സൊല്യൂഷന്റെ മേളിൽ നിന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അത് ഡാർക്ക് ആയിട്ട് ഫീൽ ചെയ്തു. കാരണം എന്താണ്? ട്രൂ സൊല്യൂഷനിലുള്ള പാർട്ടിക്കിൾസിന്റെ സൈസ് വളരെ കുറവായതുകൊണ്ട് ആ പാർട്ടിക്കിൾസ് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ദർ ഈസ് നോ ടിൻഡൽ എഫക്ട്. അവിടെ ടിൻഡൽ എഫക്ട് നമുക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ലൈറ്റ് പോകുന്ന പാത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. എന്നാൽ നേരെ മറിച്ച് കൊളോയിഡൽ സൊല്യൂഷൻ ആണ് എടുത്തിട്ട് ഈ സെയിം എക്സ്പെരിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ ലൈറ്റ് പോകുന്ന പാത്ത് നമുക്കൊരു കോൺ ഷേപ്പിൽ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ സൈസ് കൂടുതലായതുകൊണ്ട് ആ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഈ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യും. ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നതുകൊണ്ട്, എല്ലാ ഡയറക്ഷനിലും സ്കാറ്റർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കണ്ണിലേക്ക് ലൈറ്റ് വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ലൈറ്റ് പോകുന്ന ആ വഴി നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതൊരു കോൺ ഷേപ്പിലാണ് പോകുന്നത്. അതിനെയാണ് ടിൻഡൽ കോൺ എന്ന് വിളിക്കുന്നത്. ഫാത്തിമ ഇസ്മൈൽ, എന്താണ് ഫാത്തിമയ്ക്ക് ഭയങ്കര ചിരി വരുന്ന പോലെ? ഇല്ല, ഉറപ്പാണോ? ഓക്കെ. അപ്പൊ ടിൻഡൽ കോൺ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഓക്കെ. സോ ദിസ് ഈസ് കോൾഡ് ടിൻഡൽ എഫക്ട്. ഇതിനെയാണ് നമ്മൾ ടിൻഡൽ എഫക്ട് എന്ന് വിളിക്കുന്നത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? എനി ഡൗട്ട്? ടിൻഡൽ എഫക്ട്. ഇനി ടിൻഡൽ എഫക്ട് നടക്കാൻ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ആ രണ്ട് കണ്ടീഷനും കൂടെ നിങ്ങൾ പഠിക്കണം. There are two conditions for ടിൻഡൽ എഫക്ട്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് the wavelength of light should be approximately equal to the diameter of particle. നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ലൈറ്റ് ഉണ്ടല്ലോ, ആ ലൈറ്റിന്റെ വേവ് ലെങ്തും ഈ സൊല്യൂഷനിലുള്ള പാർട്ടിക്കിളിന്റെ ഡയമീറ്ററും ഏകദേശം തുല്യമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എന്ത് കിട്ടുള്ളൂ? ടിൻഡൽ എഫക്ട് കാണാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ വേവ് ലെങ്തും ഈ പാർട്ടിക്കിളിന്റെ ഡയമീറ്ററും ഏകദേശം തുല്യമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ടിൻഡൽ എഫക്ട് കാണപ്പെടുള്ളൂ. അത് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, the refractive index of dispersed phase and dispersion medium should be different. അതായത് നമ്മൾ ആ കൊളോയിഡൽ സൊല്യൂഷനിലുള്ള ഡി പിയും ഡി എമ്മും ഉണ്ടല്ലോ,
ആ DPയുടെയും DMന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറെന്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടിൻഡൽ എഫക്ട് കാണാനായിട്ട് സാധിക്കും. ഇതാണ് രണ്ട് കണ്ടീഷൻസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ടിൻഡൽ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ആ ഫിമോള ഒന്ന് വായിച്ച്, ഫിമോള ടിൻഡൽ എഫക്ട് ഒന്ന് വായിച്ച് പുസ്തകം എടുത്തിട്ട്. Tyndall effect. If a homogeneous solution placed in dark is observed in direction of light, it appears clear, and if it is observed from a direction of at right angles to the direction of light, it appears perfectly dark. Colloidal solutions viewed in same way may also appear reasonably clear or translucent by the transmitted light, but they show a mild to strong opalescence when viewed at right angles to the passage of light. That is, the path of beam is illuminated by a bluish light. This effect was first observed by Faraday and later studied in detail by Tyndall and is termed as Tyndall effect. The bright cone of light is called Tyndall cone. The Tyndall effect is due to the fact that colloidal particles scatter light in all directions in space. This scattering of light illuminates the path of beam in colloidal dispersion. Tyndall effect can be observed during the projection of picture in cinema hall due to scattering of light by dust and smoke particles present here. Tyndall effect is observed only when the following two conditions are satisfied. The diameter of the dispersed particles is not much smaller than the wavelength of the light used, and the refractive indices of dispersed phase and the dispersion medium differ greatly in magnitude. അതായത് സിനിമ ഹാളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഈ പ്രൊജക്ടർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കോൺ ഷേപ്പിൽ ആ തിയേറ്ററിന്റെ ആ സ്ക്രീനിലേക്ക് ലൈറ്റ് പോകുന്നത് കണ്ടത്, അതും ടിൻഡൽ എഫക്ട് തന്നെയാണ്. അത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ് അന്നേരം അതിനെ സ്കാറ്റർ ചെയ്യുന്നത്. അത് എയറും ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞിട്ട് എയറോസോൾ എന്ന് പറയുന്നത് ഒരു കൊളോയിഡ് ആണല്ലോ. അപ്പൊ എയറോസോളിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ് അന്നേരം എന്തിനെ ലൈറ്റിനെ സ്കാറ്റർ ചെയ്ത് കോൺ ഷേപ്പിൽ. ഇനി തിയേറ്ററിൽ പോകുമ്പോൾ നോക്കിയാൽ മതി, പ്രൊജക്ടർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഈ പറയുന്ന ലൈറ്റ് പാസ് ചെയ്യുന്നത് ഒരു കോൺ ഷേപ്പിലായിരിക്കും. അതിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം, ടിൻഡൽ എഫക്റ്റിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ടിൻഡൽ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ പുസ്തകത്തിലുള്ളത് തന്നെ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ആ തന്നേക്കുന്ന പ്രിന്റഡ് നോട്ടിൽ നോക്കി പഠിച്ചാലും മതി. ഓക്കെ, അതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള സാധനം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ അത് നോക്കി വായിക്കുക. എല്ലാവരുടെയും ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നോട്ട് ഇട്ടിട്ടുണ്ട്. അത് പ്രിന്റ് എടുക്കുവോ അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി നോക്കി പഠിക്കുവോ, എങ്ങനെയെങ്കിലും നോട്ടായിട്ട് എഴുതി എടുക്കുവോ, എന്തെങ്കിലും ചെയ്ത് പഠിച്ചോളണം. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടോ ഇനി ടിൻഡൽ എഫക്ട് ആയിട്ട് ബന്ധപ്പെട്ട്? അങ്ങനെയാണെങ്കിൽ ഒരു പ്രോപ്പർട്ടി കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാണ്. സോ ദ ലാസ്റ്റ് വൺ ഈസ് ദ കളർ ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ. ലാസ്റ്റ് വൺ ഈസ് ഇന്നത്തെ ലാസ്റ്റ് വൺ, കളർ ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ. ഒരു കൊളോയിഡൽ സൊല്യൂഷന്റെ കളർ തീരുമാനിക്കുന്നത് ആരാണ്? ഇതാണ് ചോദ്യം. ഒരു കൊളോയിഡൽ സൊല്യൂഷനെ ഏത് കളർ, ചുവന്ന കളറാണോ, പച്ച കളറാണോ, നീല കളറാണോ, ഇത് തീരുമാനിക്കുന്നത് ആരാണ്? ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതുക, ദ കളർ ഓഫ് എ കൊളോയിഡൽ സൊല്യൂഷൻ. The color of a colloidal solution is determined by two factors. രണ്ട് ഫാക്ടേഴ്സ് ആണ് ഒരു കൊളോയിഡിന്റെ കളർ തീരുമാനിക്കുന്നത്. അത് ഏതൊക്കെയാണ് ആ രണ്ട് ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. So the first one is the wavelength of light. The wavelength of light scattered by the colloidal particles. The wavelength of light scattered by the colloidal particles. രണ്ടാമത്തേതാണ് the size of colloidal particles. The size of colloidal particles. എന്താണ് ഈ പറഞ്ഞേക്കുന്നതിന്റെ അർത്ഥം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാവരും എഴുതിയെടുത്തോ.
അപ്പൊ ഈ രണ്ട് ഫാക്ടേഴ്സ് ഇത്രയാണ് പഠിക്കാനുള്ളത് നിങ്ങൾക്ക്. ഈ രണ്ട് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മളൊരു കൊളോയിഡൽ സൊല്യൂഷന്റെ കളർ പറയുന്നത്. ഏതൊക്കെയാണ് രണ്ട് ഫാക്ടർ? ഒന്ന് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, ലൈറ്റിന്റെ വേവ് ലെങ്ത്. രണ്ട് കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ സൈസ്, കൊളോയിഡൽ പാർട്ടിക്കിൾ സൈസ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടിരുന്നോളൂ. ഞാനിപ്പോ രണ്ട് ബീക്കർ എടുത്തേക്കുവാണെന്ന് വിചാരിക്കാം. ഇങ്ങനെ രണ്ട് ബീക്കർ ഉണ്ട്. ഈ രണ്ട് ബീക്കറിൽ ഞാൻ എന്താ എടുത്തിരിക്കുന്നത്? കൊളോയിഡൽ സൊല്യൂഷൻ ആണ് എടുത്തേക്കുന്നത്. ഇതിന്റെ അകത്തും കൊളോയിഡ്, ഇതിന്റെ അകത്തും കൊളോയിഡ്. പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ സൈസ് എന്ന് പറയുന്നത് ഒരു 100 നാനോമീറ്റർ ആണെന്ന് വിചാരിക്കുക. കൊളോയിഡൽ പാർട്ടിക്കിളുടെ സൈസ് എന്ന് പറയുമ്പോൾ 1 to 1000 നാനോമീറ്റർ ആവാലോ. 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയ്ക്ക് ആവാലോ. അപ്പൊ 100 നാനോമീറ്റർ ആണെന്ന് വിചാരിക്കുക. എന്താ ഷെറിൻ ഹാൻഡ് റൈസ് ചെയ്ത് അറിയാണ്ടോ? ഓക്കെ. അപ്പോ ഇതിന്റെ അകത്തുള്ള കൊളോയിഡൽ പാർട്ടിക്കിളുടെ സൈസ് ഒരു 100 നാനോമീറ്റർ ആണെന്ന് വിചാരിക്കുക. എന്നാൽ നേരെ മറിച്ച് ഇതിന്റെ അകത്തുള്ള കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ സൈസ് എന്ന് പറയുന്നത് ഒരു 10 നാനോമീറ്റർ ആണെന്ന് വിചാരിക്കുക. 10 നാനോമീറ്റർ ആണ്. മനസ്സിലായോ? ഒരെണ്ണത്തിൽ 100 നാനോമീറ്റർ, മറ്റേതിൽ 10 നാനോമീറ്റർ. രണ്ടും കൊളോയിഡ് തന്നെയാണ്. കാരണം എന്താണ്? കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ സൈസ് 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയ്ക്ക് ആയാൽ മതി. അപ്പൊ എത്ര വേണമെങ്കിലും ആവാം. ഒരെണ്ണം 10, ഒരെണ്ണം 100. ഇനി ഈ രണ്ട് സൊല്യൂഷനിലേക്കും നമ്മൾ ലൈറ്റ് പാസ് ചെയ്യാന്ന് വിചാരിക്കുക. എന്ത് ചെയ്യാണ്? ലൈറ്റ് പാസ് ചെയ്യാണ്. വി ആർ പാസിംഗ് ലൈറ്റ്. ഇവിടെ ലൈറ്റ് പാസ് ചെയ്യുന്നു, ഇതിന്റെ അകത്തേക്ക് ലൈറ്റ് പാസ് ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, രണ്ട് സൊല്യൂഷനിലുള്ള പാർട്ടിക്കിൾസിന്റെ സൈസിന് നല്ല കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട് അല്ലെ? ഒരെണ്ണത്തിൽ ഇച്ചിരി വലിയ പാർട്ടിക്കിൾ ആണ്, ഒരെണ്ണത്തിൽ കമ്പാരിറ്റീവ്ലി ചെറിയ പാർട്ടിക്കിൾ ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റ് വന്ന് ഈ പാർട്ടിക്കിളിൽ തട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ലൈറ്റിനെ ഇത് റിഫ്ലക്ട് ചെയ്യും അല്ലെ? ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ഈ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യും. പക്ഷെ ഈ പാർട്ടിക്കിൾസിന്റെ സൈസ് വേറെ വേറെ ആയതുകൊണ്ട് ഈ പാർട്ടിക്കിൾസ് റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്തും വേറെ ആയിരിക്കും. അതായത് 100 നാനോമീറ്റർ സൈസ് ഉള്ള പാർട്ടിക്കിൾ റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് ആയിരിക്കില്ല 10 നാനോമീറ്റർ സൈസ് ഉള്ള പാർട്ടിക്കിൾ റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത്. അതിപ്പോ സൂര്യപ്രകാശം അല്ലേ നമ്മൾ അതിനകത്തേക്ക് കടത്തി വിടുന്നത്. സൂര്യപ്രകാശത്തിലെ എല്ലാ തരം വേവ് ലെങ്ത്തും ഉണ്ട് അല്ലെ? വിബ്ജിയോ അല്ലെ? വയലറ്റ് ഉണ്ട്, ഇൻഡിഗോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്. ഈ എല്ലാ ലൈറ്റും കൂടെയാണ് നമ്മൾ അതിനകത്തേക്ക് പാസ് ചെയ്യുന്നത്. പക്ഷേ അവിടെ നിന്ന് അത് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് വരുന്നത് ആരാണെന്ന് ആരാ തീരുമാനിക്കുന്നത്? ഈ സൈസ് ആണ്, ഈ പാർട്ടിക്കിളിന്റെ സൈസ് ആണ്. വലിയ പാർട്ടിക്കിൾസ് റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് ആയിരിക്കില്ല ചെറിയ പാർട്ടിക്കിൾ റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരാൾ റെഡ് ലൈറ്റിനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ മറ്റേ ആൾ ഒരിക്കലും റെഡ് ലൈറ്റിനെ ആയിരിക്കില്ല റിഫ്ലക്ട് ചെയ്യുന്നത്. കാരണം എന്താ? സൈസ് വേറെയാണ്. അപ്പൊ അയാൾ റിഫ്ലക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഗ്രീൻ ലൈറ്റിനെ ആയിരിക്കും, അല്ലെങ്കിൽ അയാൾ വയലറ്റ് ലൈറ്റിനെ ആയിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കണ്ണിലേക്ക് വരുന്ന ലൈറ്റേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ റെഡ് ലൈറ്റ് ആണ് റിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ സൊല്യൂഷൻ ചുവന്നതായിട്ട് തോന്നും. നീല ലൈറ്റ് ആണ് റിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സൊല്യൂഷൻ നീലയായിട്ട് തോന്നും. അപ്പൊ ഈ സൊല്യൂഷന്റെ കളർ തീരുമാനിക്കുന്നത് ആരാണ്? ഈ പാർട്ടിക്കിൾസിന്റെ സൈസും ആ പാർട്ടിക്കിൾ റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്തും. അത് വെച്ചിട്ടാണ് നമുക്ക് സൊല്യൂഷന്റെ കളർ ഏതാണെന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ ഓരോ കൊളോയിഡൽ സൊല്യൂഷന്റെയും കളർ തീരുമാനിക്കുന്നത് ആ കൊളോയിഡൽ സൊല്യൂഷനിലുള്ള പാർട്ടിക്കിൾസിന്റെ സൈസ് ആണ്. കാരണം ആ പാർട്ടിക്കിൾസിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് അത് റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്തും മാറും. അപ്പൊ റെഡ് ലൈറ്റിന്റെ വേവ് ലെങ്ത് അല്ലല്ലോ ബ്ലൂ ലൈറ്റിന്റെ വേവ് ലെങ്ത്, ബ്ലൂ ലൈറ്റിന്റെ വേവ് ലെങ്ത് അല്ലല്ലോ ഗ്രീൻ ലൈറ്റിന്റെ വേവ് ലെങ്ത്. അപ്പോൾ ഓരോ വേവ് ലെങ്ത് മാറും, അതായത് സൈസ് മാറുന്നതിനനുസരിച്ച് അത് റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് മാറും. അപ്പൊ ആ ഏത് വേവ് ലെങ്തിനെയാണോ അത് റിഫ്ലക്ട് ചെയ്യുന്നത് ആ കളറിൽ നമുക്ക് ആ സൊല്യൂഷനെ കാണാനായിട്ട് സാധിക്കും. അത്രേ ഉള്ളൂ. So this is the color of colloidal solution. എന്തെങ്കിലും സംശയം ഉണ്ടോ? Any doubts? അങ്ങനെയാണെങ്കിൽ ആ കളർ ഓഫ് ദ കൊളോയിഡൽ സൊല്യൂഷൻ ഒന്ന് വായിക്കണമല്ലോ. ആരാ വായിക്കുന്നത്? കളർ ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ വായിച്ചേ മുത്തശ്ശരെ. The color of colloidal solution depends upon the wavelength of light scattered by the dispersed particles. The wavelength of light further depends upon the size and nature of the particles. The color of colloidal solution also changes with the manner in which observer receive the light. For example, a mixture of milk and water appears blue when viewed by the reflected light and red when viewed by the transmitted light. Finest gold salt is red in color. As the size of particles increases, it appears purple
then blue, and finally golden. കണ്ടോ? ഇത് ഗോൾഡ് സോളിന്റെ തന്നെ പല കളറാണ് അവർ പറഞ്ഞേക്കണേ. ഫൈൻ ഗോൾഡ് സോൾ ആണെങ്കിൽ അതിന് ചുവന്ന കളറായിരിക്കും. പാർട്ടിക്കിളിന്റെ സൈസ് ഇച്ചിരോടെ കൂട്ടിക്കഴിഞ്ഞാൽ അത് പർപ്പിൾ ആയിട്ട് മാറും. കുറച്ചും കൂടെ കൂട്ടിയാൽ അത് ബ്ലൂ ആയിട്ട് മാറും. കുറച്ചും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അത് ഗോൾഡൻ കളറായിട്ട് മാറും. അതായത് ഗോൾഡ് സോളിലുള്ള ഗോൾഡ് പാർട്ടിക്കിൾസിന്റെ സൈസ് മാറുന്നതിനനുസരിച്ച് ആ ഗോൾഡ് സോളിന്റെ കളറും മാറും എന്നാണ് പറയുന്നത്. സോ കളറിനെ തീരുമാനിക്കുന്ന ആരാണ്? പാർട്ടിക്കിൾസിന്റെ സൈസ് അല്ലെങ്കിൽ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എനി ഡൗട്ട്? അപ്പൊ ഒന്ന് വായിച്ചു നോക്കിക്കേ ഈ എഫക്റ്റുകൾ, പ്രോപ്പർട്ടീസ് ഒന്ന് വായിച്ചു നോക്കിയേ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ടിൻഡൽ എഫക്റ്റ്, കളർ, മൂന്നെണ്ണം ഒന്നിരുന്ന് വായിച്ചു നോക്കി. സലാവുദ്ദീൻ ആ വീഡിയോ ഓഡിയോ ഒന്ന് ഓൺ ചെയ്ത്. സലാവുദ്ദീൻ ഏത് സ്കൂളിലാണ് പഠിക്കണേ? SNDP. അവിടെയൊക്കെ എത്ര മണിക്ക് ക്ലാസ് കൊടുക്കണേ? രാവിലെ? അവിടെ രാവിലെ 9 മണിക്ക്. 9 മണിക്ക് തുടങ്ങും. എന്നിട്ട് തീരണതോ? 12:40 വരെ. ഉച്ച വരെ ഉള്ളോ? ആ, ഉച്ച വരെ ഉള്ളൂ. അത് ശരി. ഫിമോക്കടെ സ്കൂളിലോ? സാറേ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല ഇതുവരെ. ഓക്കെ. മുദ്ദസിറിന്റെ സ്കൂളിലോ? മുദ്ദസിർ ഫിമോളൊക്കെ ഒരു സ്കൂളിലല്ലേ പഠിക്കണേ? അതെ അതെ. അവിടെ എന്നാ അവസ്ഥ? 9:20 തുടങ്ങും, 2:12 തീരും. എന്നിട്ടാണോ എന്നോട് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ട്യൂഷൻ വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് വൈകുന്നേരം ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത്? അത് അതിനുശേഷം ഗൂഗിൾ മീറ്റ് എടുക്കണ്ട. ഓൺലൈൻ ക്ലാസ്സാ സാർ. ഗൂഗിൾ മീറ്റ് എടുക്കും. ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ഉണ്ട് ഇപ്പൊ അല്ലേ? അവിടെ ചെല്ലുമ്പോ ഓഫ്ലൈൻ, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓൺലൈൻ. രാത്രി ഉണ്ടോ? രാത്രി 6:30 വരെ. എത്ര മണി വരെ? 1 മണി വരെ ഉണ്ടോ? എത്ര മണി വരെ ഉണ്ട്? എത്ര കിടത്തി ഉറക്കാൻ സമ്മതിക്കാറുണ്ടോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അന്നേരം ഓൺലൈൻ ക്ലാസ് ആണോ? ഓക്കെ ഓക്കെ. എന്തായാലും ഞാനിനി ഇതിന്റെ ഇടയ്ക്ക് എടുത്ത് ബുദ്ധിമുട്ടിക്കണമൊന്നുമില്ല. ഞാനത് വേറെ എന്തെങ്കിലും രീതിയിൽ തീർത്തോളാം. ഓക്കെ. അപ്പൊ വേറെ ഏത് സ്കൂളുകാരാ ഉള്ളത്? ഈ ബാക്കി സ്കൂളുകാരെ എനിക്ക് അറിയില്ല, അതുകൊണ്ട് വേറെ ഏതെങ്കിലും സ്കൂളിൽ പഠിക്കുന്നവരുണ്ടോ? ഈ നുസ്രീൻ ഒക്കെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? നുസ്രീൻ അവിടെ എന്നാ അവസ്ഥ? അവിടെ രാവിലെ 9 മണിക്ക് തുടങ്ങും, 1 മണി വരെ ക്ലാസ് ഉച്ച വരെ. അത് കഴിഞ്ഞിട്ട് 2 ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. 2 ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഈ ഫാത്തിമ ഇസ്മയിലൊക്കെ ഏത് സ്കൂളിലാണ് പഠിക്കണേ? വേറെ തൊടുപുഴയാ പഠിക്കണേ. തൊടുപുഴ ഏത് സ്കൂളില്? സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി. അവിടെ എങ്ങനെയാ? അവിടെ 9:15 മുതൽ 12:30 വരെ. 12:30 വരെ. പിന്നെ ഓൺലൈൻ ക്ലാസ് ഇല്ല, റെഗുലർ ക്ലാസ് ഉണ്ട്. ഓക്കെ. ഞാൻ നിങ്ങളുടെ ടൈമിംഗ് ഒക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് ഇനിയിപ്പോ ഭാവിയിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ ടൈമൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്തെങ്കിലും സംശയം ഉണ്ടോ ഈ പറയുന്ന ഭാഗമായിട്ട് ബന്ധപ്പെട്ട്? എനി ഡൗട്ട്സ്? 1 മിനിറ്റോടെ ഉണ്ട് ചോദിക്കാൻ സംശയം ഉണ്ടെങ്കിൽ. 1 മിനിറ്റ്. അപ്പൊ നാളത്തേക്ക് എല്ലാവരും ഇതൊന്ന് വായിച്ചുകൊണ്ട് വരിക കേട്ടോ. ഈ ക്ലാസ്സിൽ കേട്ട ഓർമ്മ കൊണ്ട് മാത്രം നിങ്ങൾ ആൻസർ ചെയ്യാനിരിക്കാണ്ട് നിങ്ങളിതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ. ഇനിയിപ്പോ നമുക്ക് പുതിയൊരു ടോപ്പിക് എടുക്കാനുള്ള സമയമില്ല. അപ്പൊ തൽക്കാലം എന്നാ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ ബാക്കി നാളെ. താങ്ക് യു സർ. താങ്ക് യു സർ. സർ ഒരു മിനിറ്റ്.